നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ എന്താ പറയുക കുറച്ചൊരു വലിയ ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റിവിഷൻ കൈൻഡ് ഓഫ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വേഗം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് പഠിച്ചു തീർക്കാം. ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കാണാനായിട്ട് പറയാം. ഓക്കെ, യെസ്, കൂടുതൽ സമയം ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കൂടുതൽ ലേറ്റ് ആക്കാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. വിച്ച് ഈസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് ഒരു ബോണ്ട്, കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി അട്രാക്റ്റീവ്. എന്താണ് ബോണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതാണ്. നത്തിങ് ബട്ട്, അതായത് രണ്ടാളുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്, അവർക്കിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, യെസ്. സോ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ. കെമിക്കൽ ബോണ്ടിനെ നമുക്ക് 2 ടൈപ്സ് ആയിട്ട് എന്താ പറയുക നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ദാറ്റ് ഇസ് സ്ട്രോങ് ബോണ്ട്സ് ആൻഡ് വീക്ക് ബോണ്ട്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ബോണ്ട്സ് ഏതൊക്കെയാണ്? നമ്മുടെ അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സ്ട്രോങ് ബോണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇതെല്ലാം എന്താണ്, ഇന്റർ അറ്റോമിക് ബോണ്ട്സ് ആണ്. ഈ അയോണിക് ബോണ്ട് ആയിക്കോട്ടെ, കോവാലന്റ് ബോണ്ട് ആയിക്കോട്ടെ, മെറ്റാലിക് ബോണ്ട് ആയിക്കോട്ടെ, ദേ ആർ ഇന്റർ അറ്റോമിക് ബോണ്ട്. എന്താണ് ഇന്റർ അറ്റോമിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ് ആ ബോണ്ടുകൾ ഉള്ളത്. എന്താണ് ഇന്റർ അറ്റോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോണ്ട് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ്. വേറെ നിങ്ങൾ വീക്ക് ബോണ്ട്സിലേക്ക് നോക്കി നോക്കും. നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? വാണ്ടർവാൾസ് ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. എന്താ വാണ്ടർവാൾസ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതായത് ഇപ്പം ഞാൻ വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിന്റെ കേസിലുള്ളത് എന്താണ്, അവർക്കിടയിൽ മോളിക്യൂൾസ്, ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അടുത്ത് നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഒരു ഓക്സിജൻ ഉണ്ടായിരിക്കും, 2 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഇവർക്കിടയിലുള്ള മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ബോണ്ടാണ് എന്ത്, ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇന്റർ അറ്റോമിക് ബോണ്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഇന്റർ മോളിക്യുലാർ ബോണ്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. അതിൽ വരുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടും വാണ്ടർവാൾസ് ബോണ്ടും. ഈ ഇന്റർ മോളിക്യുലാർ ബോണ്ട് എന്ന് പറയുന്നത് വീക്കർ ആണ് കമ്പയർ ടു എന്ത്, ഇന്റർ അറ്റോമിക് ബോണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോണ്ട്സ് ഒക്കെ എന്താണ്, വീക്കർ ആണ്. അതിൽ വരുന്ന 2 ടൈപ്പ് ബോണ്ടാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്ങും വാണ്ടർവാൾസ് ബോണ്ടും ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാണ്ടർവാൾസ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഞാനിപ്പോൾ NaCl എടുക്കുകയാണെങ്കിൽ 2 NaCl മോളിക്യൂളുകൾ തമ്മിൽ അവിടെ ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാനൊരു ബെൻസീൻ എടുക്കുകയാണെങ്കിൽ 2 ബെൻസീൻ്റെ ഇടയിൽ എന്താ ഉണ്ടായിരിക്കുക, അവരുടെ വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ ആണ് ഉണ്ടായിരിക്കുക, വിച്ച് ഇസ് വെരി എന്താ പറയുക വീക്ക് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് അവർക്കിടയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വാണ്ടർവാൾസ് ബോണ്ട്, അല്ലെങ്കിൽ അതൊരു ഇന്റർ മോളിക്യുലർ ബോണ്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ലൂയിസ് കോസൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു എലിമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ എലിമെന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് എന്ത് പറഞ്ഞത്, ലൂയിസ് കോസൽ സ്ട്രക്ചർ പ്രകാരം പറയുന്നത്. ഈ ഒരു വാലൻസ് ഇലക്ട്രോൺസ് ആണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? Clear അല്ലേ? Yes. Next one, in the periodic table, the highly electronegative halogens and highly electropositive alkali metals are separated by noble gases. അവർ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഗ്രൂപ്പ് 3 to 12 ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഗ്രൂപ്പ് 13 to 18 ഉണ്ട്. സോ 18 ആണ് നമ്മുടെ നോബിൾ ഗ്യാസസ് വരുന്നത്, 17 ഹാലജൻസ് ആണ് അല്ലേ. സോ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് 2 ഗ്രൂപ്പ്സ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് എന്ത്, നമ്മുടെ ഫസ്റ്റ് 2 ഗ്രൂപ്പ്സ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ്, നമ്മളെ പീരിയഡ് നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും സൈസ് കുറയാണ്. സൈസ് കുറയുമ്പം അവരുടെ അട്രാക്ഷൻ കൂടുകയാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇലക്ട്രോൺസിനെ കളയാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ റൈറ്റിലേക്ക് പോകുന്നതോറും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് 2 ഗ്രൂപ്പിലുള്ള ഒരു പീരിയഡ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ്
സൈഡിലുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോപോസിറ്റിവിറ്റി ഉണ്ടായിരിക്കുക. ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ അവർക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ള കാര്യം. നേരെ മറിച്ച് നമ്മൾ റൈറ്റിലേക്ക് പോകുന്നവർ എന്താണ്, അവിടെ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഇലക്ട്രോണിനെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ അവരുടെ ഇലക്ട്രോൺസിന് അവരെന്ത് ചെയ്യില്ല, കൊടുക്കില്ല. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. കറക്റ്റ് അല്ലേ? ദാറ്റ് മീൻസ് ഫസ്റ്റ് 2 ഗ്രൂപ്പ്സിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ 17th ഗ്രൂപ്പ് എന്താണ്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആണ് അവിടെ ഉള്ളത്. 18th ഗ്രൂപ്പിന് നമ്മൾ അങ്ങനെ പറയോ? ഇല്ല. കാരണം എന്താണ്? അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കാറുള്ളത്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് 17ന്റെയും ഗ്രൂപ്പ് 1ന്റെയും ഇടയിൽ ആകെ ഒരാളേ ഉള്ളൂ. അതാണ് ആര്? നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരങ്ങനെ ഒരു റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ കൂടുതൽ എന്താണ്? സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഇനി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കെമിക്കൽ ബോണ്ട് അവിടെ ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രത്യേകത നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി, അവരുടെ എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. പീരിയോഡിക് ടേബിൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ ആൻഡ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആൽക്കലി മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. Okay, the formation of negative ions from an halogen atom and a positive ion from alkali metal atom is associated with the gain and lose of electron. നമുക്കറിയാം ഇവിടെ ഇപ്പം ഞാൻ സോഡിയം എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1ലുള്ള എലമെന്റ് ആണ് ആര്? സോഡിയം എന്ന് പറയുന്നത്. സോഡിയം എന്താ ചെയ്യാം? ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് Na+ ആയിട്ട് മാറല്ലേ ചെയ്യുക. അവർ പോസിറ്റീവ് അയോൺ ഫോം ചെയ്തു ബൈ റിലീസിങ് ആൻ ഇലക്ട്രോൺ. ക്ലോറിൻ, ഞാൻ 17th ഗ്രൂപ്പിലെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ എന്താ ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുക ചെയ്യുക. അതാ പറഞ്ഞത്. The formation of negative ion from halogen atom and positive ion from an alkali metal is associated with negative എങ്ങനെയാണ് കിട്ടുന്നത്? gain of electron. positive എങ്ങനെയാണ് കിട്ടുന്നത്? loss of electron. Okay, yes. Next one, the negative and positive ions thus formed attain a stable noble gas electronic configuration. നിങ്ങൾ നോക്കി നോക്കൂ, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത്? 2,8,1. ക്ലോറിൻ എത്രയാണ്? 2,8,7. ഇനി ഇവർ ഒരാളെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ആയിട്ട് മാറി? ഇപ്പോൾ 2,8 ആയിട്ട് മാറി. കറക്റ്റ് അല്ലേ? ഇവർ ഒരാളെയും കൂടെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്രയായി? 2,8,8 ആയി. അപ്പോൾ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇങ്ങനെ പോസിറ്റീവ് അയോൺ ആയിട്ടും നെഗറ്റീവ് അയോൺ ആയിട്ടും മാറുമ്പോൾ അവർ കൈവരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ കൂടുതൽ സ്റ്റേബിൾ ആവുക ചെയ്യുന്നത് ഇങ്ങനെ അയോൺസ് ആയിട്ട് മാറുന്ന സമയത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഇവർക്കിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഒക്ടറ്റ് റൂൾ. അക്കോർഡിംഗ് ടു ഒക്ടറ്റ് റൂൾ, ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ ബോണ്ട് ദി ആറ്റംസ് ഗെയിൻ ആൻ ഇനേർട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ NaCl കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കുക, സോഡിയം ഒന്നിന് കൊടുക്കുന്നു, ക്ലോറിൻ അതിന് വാങ്ങുന്നു. അപ്പോൾ എന്താണ്? രണ്ടുപേർക്കും അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. An atom may attain its configuration by gaining or losing or sharing of electron with others. ഇപ്പോൾ നിങ്ങൾ മീഥൈൻ്റെ കേസ് നോക്കി നോക്കുക. സോ മീഥൈൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവർക്കിടയിൽ എന്താ സംഭവിക്കുന്നത്? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജന് നമുക്കറിയാം മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഷെല്ലേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ, വിച്ച് ഇസ് കെ ഷെൽ. കെ ഷെല്ലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺസിനെ പറ്റുള്ളൂ. ആ 2 ഇലക്ട്രോൺസ് ആയാൽ അതെന്തായി? സ്റ്റേബിൾ ആയി. അപ്പോൾ ഹൈഡ്രജന് 2 ഇലക്ട്രോൺസിനെ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? കാർബൺ അതിന്റെ ഒരു ഇലക്ട്രോണിനെ ഒരു ഹൈഡ്രജനായിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇപ്പൊ എന്ത് കിട്ടി? ഹൈഡ്രജൻ 2 ഇലക്ട്രോൺസ് ഇവിടെ കിട്ടിയില്ലേ? ഇനിയും കാർബണ് 3 ഇലക്ട്രോൺസും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഓരോ ഇലക്ട്രോണിനെയും അത് 3 ഹൈഡ്രജൻ ആയിട്ടായിട്ടും എന്ത് ചെയ്യും? അത് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അവരവരുടെ ഇലക്ട്രോൺസിനെ കാർബൺ ആയിട്ടും എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത കാർബണിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആയി? 2, 4, 6 and 8. ഇപ്പൊ എന്തായി? രണ്ടുപേർക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആവാം. നമ്മൾ NaClന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട്, ഇതിൽ ഏത് 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഇവർക്ക് എന്ത് ചെയ്യാം? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി എക്സെപ്ഷൻസ് ടു ദ ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദ സെൻട്രൽ ആറ്റം LiCl, BeH2 ആൻഡ് BCl3 എന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഓഫ് ദ സെൻട്രൽ ആറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് LiCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ലിഥിയത്തിന് എന്താണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. സോ 2,1 ഇവരുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ലിഥിയത്തിന്റെ കേസിൽ ഇവരെന്താ ചെയ്യുന്നത്? ലിഥിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു.
ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 ഇലക്ട്രോൺസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ലിഥിയത്തിന് അവിടെ എന്തായിട്ടില്ല, ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി BeH2ന്റെ കാര്യം നിങ്ങൾ നോക്കി നോക്കൂ. ഇവരെന്താ ചെയ്യുന്നത്? ബെറിലിയത്തിന്റെ ചുറ്റുമുള്ളത് 2 ഇലക്ട്രോൺസ് ആണ് ബാലൻസ് ഷെല്ലിലുള്ളത്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്തു? അത് ആ ഇലക്ട്രോൺസിനെ ഓരോ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഷെയർ ചെയ്തു. ഇവിടെ ബെറിലിയത്തിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ടോ? ഇല്ല. ബട്ട് സ്റ്റിൽ ഈ BeH2ഉം LiCl ഒക്കെ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒക്ടക്ട് റൂളിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇൻകംപ്ലീറ്റ് ഒക്ടക്ട് തികച്ച ആളുകളും എന്താണ് സ്റ്റേബിൾ മോളിക്യൂൾസ് ആണ്. അതിന്റെ റീസൺ എന്താന്ന് പറയാനായിട്ട് ഒക്ടക്ട് റൂളിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ആൻ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. ചില മോളിക്യൂൾസ് നമ്മൾ നോക്കുന്ന സമയത്ത് 8 ഇലക്ട്രോൺസ് അവിടെ തികഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഒരു മോളിക്യൂളിനെ നോക്കി നോക്കുക. ഇവിടെ നമ്മുടെ നൈട്രജന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6 ആൻഡ് 7 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഈ NO മോളിക്യൂൾ എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. ഇനി ഈ നൈട്രജന് നോക്കി നോക്കൂ. 2, 4, 6 ആൻഡ് അഗെയിൻ 7. അഗെയിൻ ഈ മോളിക്യൂളും എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. സോ ഓഡ് ഇലക്ട്രോൺ സിസ്റ്റംസും നമുക്ക് എന്താണ്? പ്രസന്റ് ആണ്. അതിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചും ഒക്ടക്ട് റൂളിനൊന്നും പറയാനായിട്ട് കഴിയില്ല. കാരണം ഒക്ടക്ട് റൂൾ പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി കിട്ടുന്നത് അവിടെ 8 ഇലക്ട്രോൺസ് ആവുമ്പോൾ മാത്രമാണ് എന്നാണ് ആര് പറയുന്നത്? ഒക്ടക്ട് റൂൾ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡഡ് ഒക്ടക്ട് ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ എക്സ്പാൻഡഡ് ഒക്ടക്റ്റിന്റെ കാര്യം പറയുന്നത്. ലൈക്ക് മോളിക്യൂൾസ് PCl5. PCl5 നിങ്ങൾ നോക്കുകയാണെങ്കിൽ PCl5ന്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. സോ ഒരു ക്ലോറിൻ ഇവിടെ, അടുത്ത ക്ലോറിൻ, അടുത്ത ക്ലോറിൻ, അടുത്ത ക്ലോറിൻ, അടുത്ത ക്ലോറിൻ. ഓക്കെ അല്ലേ? യെസ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഞാൻ റെക്കോർഡ് ആവുന്നില്ലേ എന്ന് വിചാരിച്ചു പെട്ടെന്ന്. ഓക്കെ, സോ PCl5 നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ. ഈ ഫോസ്ഫറസിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2, 4, 6, 8 ആൻഡ് 10 ഇലക്ട്രോൺസ് ഇവിടെ പ്രസന്റ് ആണ്. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ SF6 നോക്കുകയാണെങ്കിലോ, SF6ന്റെ കേസ് ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. സോ 2, 4, 6, 8, 10 ആൻഡ് 12 ഇലക്ട്രോൺസ് ആണ് ഇവിടെ സൾഫറിന്റെ ചുറ്റുമുള്ളത്. പക്ഷേ ഇവർ അൺസ്റ്റേബിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്തുണ്ട്? എക്സ്പാൻഡഡ് ഒക്ടക്ട് ഉള്ള മോളിക്യൂൾസും നമുക്കുണ്ട്. ലൈക്ക് PCl5, SO4, H2SO4. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. അപ്പൊ ഇതൊക്കെയാണ് എക്സെപ്ഷൻസ് ഓഫ് ഒക്ടക്ട് റൂൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടക്ട് റൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്റർ അറ്റോമിക് ബോണ്ട്സ് ആയിട്ടുള്ള അയോണിക് ബോണ്ട് പറഞ്ഞു, നമ്മുടെ കോവാലന്റ് ബോണ്ട് പറഞ്ഞു, മെറ്റാലിക് ബോണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ബോണ്ട് അയോണിക് ബോണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ കോവാലന്റ് ബോണ്ട് ഡിസ്കസ് ചെയ്യും. ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ മെറ്റാലിക് ബോണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ ആൻഡ് ഹെൻസ് ഈച്ച് ആറ്റം അക്വയർസ് എ സ്റ്റേബിൾ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ NaClന്റെ കേസ്. ഓക്കെ, ഇതിൽ ഈച്ച് ഓഫ് ദി ആറ്റം ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? Na++1 ഇലക്ട്രോൺ. എന്നിട്ട് ആ ഇലക്ട്രോൺ ആരെടുക്കും? ക്ലോറിൻ എടുത്തിട്ട് ക്ലോറിൻ Cl- ആയിട്ട് മാറും. ഇപ്പൊ ഇവിടെ എന്തായി? 2,8 ആയി. ഇവിടെ എന്തായി? 2,8,8 ആയി. എന്നിട്ട് രണ്ടുപേരും എന്ത് ചെയ്തു? ഒക്ടക്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ബൈ ലൂസിങ് ആൻഡ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ബോണ്ട്സിനെ അപ്പോൾ ഇവിടെ NaClന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാണ്? അവരുടെ അയോണിക് ബോണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ അയോണിക് ബോണ്ടിനെ നമുക്ക് വേറൊരു പേര് വെച്ചിട്ടും വിളിക്കാറുണ്ട്. എന്താണ് ആ പേര്? ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്നും നമ്മൾ അയോണിക് ബോണ്ടിനെ വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദി ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട്സ്. എന്തൊക്കെയാണ് അയോണിക് ബോണ്ടിന്റെ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, മെറ്റൽ ഷുഡ് ഹാവ് ലോ അയണൈസേഷൻ എൻതാൽപ്പി. ഈ എപ്പോഴും ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന ആൾ എന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. മെറ്റൽസ് ആണ് ഇലക്ട്രോൺസിനെ എപ്പോഴും എന്ത് ചെയ്യുക? ലൂസ് ഇലക്ട്രോൺസ് ഈസിലി. ഓക്കെ അല്ലേ? മെറ്റൽസ് എപ്പോഴും എന്ത് ചെയ്യും? ഈസി ആയിട്ട് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ്. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അവിടുന്ന് കളയാനുള്ള അമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിനെ അവിടുന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറേ അമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. പക്ഷേ ഇവിടെ എന്ത് വേണ്ട? കുറവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ? ഈസി ആയിട്ട് അവിടുന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ നമ്മൾ ഒരു അയോണിക് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എടുക്കുന്ന മെറ്റലിന് ലോ അയോണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പോഴേ അവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിനെ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആളാണെങ്കിലോ, ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആൾക്ക് എന്താ ഉള്ളത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണുള്ളത്. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതായത് വാങ്ങാനുള്ള അവരുടെ കഴിവ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ചേഞ്ചിന്. ഓക്കെ, സോ മെറ്റൽസിന് ലോ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കണം.
നോൺ മെറ്റൽസ് ആയിട്ടുള്ള നെഗറ്റീവ് അയോൺ ഫോം ചെയ്യുന്ന ആളുകൾക്ക് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ടായിരിക്കണം. ദെൻ ഓരോ അയോണിക് മോളിക്യൂൾസും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ അയോണിക് മോളിക്യൂൾസും സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ 12th ശരിക്കും പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ്, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് ഒഴിവാക്കി. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്, എന്തുണ്ട്, അമോർഫസ് സോളിഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, സോ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടായിരിക്കും. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇവരിങ്ങനെ എന്താ പറയുക, നല്ല ഓർഡർലി അറേഞ്ച്മെന്റിൽ NaCl ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കിടയിൽ എന്തുണ്ട്, നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ട് അല്ലേ. സോ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. എന്താ വിളിക്കുക, ലാറ്റിസ് എൻതാൽപ്പി. സോ ദി എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി മസ്റ്റ് ബി ഹൈ. അതായത് ഈ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും, ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി അവർ റിലീസ് ചെയ്യണം ഇങ്ങനെ ഒരു ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് അവർ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് അവിടെ മാറും എന്നല്ലേ അത് മീൻ ചെയ്യുന്നത്. സോ 3 കാര്യങ്ങൾ: ലോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് മെറ്റൽസ്, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് നോൺ മെറ്റൽസ് ആൻഡ് ഹൈ ലാറ്റിസ് എൻതാൽപ്പി ആയിരിക്കണം ആ ഒരു അയോണിക് കോമ്പൗണ്ടിന് ഉണ്ടായിരിക്കേണ്ടത്. സോ ഈ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെയും കോവാലന്റിനെയും നിങ്ങളോട് എന്ത് ചെയ്യാം, എന്താ പറയുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറയാം, അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓരോ പോയിന്റ് നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. യെസ്. സോ ഫസ്റ്റ് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി സോളിഡ് ഇൻ നേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവർ യൂഷ്വലി സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരിക്കുക. പക്ഷേ കോവാലന്റ് ആണെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യും, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, സോ അയോണിക് കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി സോളിഡ് ഇൻ സ്റ്റേറ്റ് എന്നും അല്ലെങ്കിൽ നേച്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അയോണിക് കോമ്പൗണ്ട്സിന്റെ ഇടയിൽ എന്തുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ് അവർക്കിടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് അവർക്കിടയിൽ ഉണ്ടായിരിക്കുക, വിച്ച് ഈസ് സ്ട്രോങ് കമ്പയർഡ് ടു നമ്മൾ എന്ത് കോവാലന്റ് ബോണ്ടിന്റെ ഇടയിലുള്ള ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് എന്തായിരിക്കും, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ആർ സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ്സ് ലൈക്ക് വാട്ടർ. നമുക്കറിയാം ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്താണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, പോളാർ സോൾവെന്റ്സ് ആണെങ്കിൽ അവിടെ ആരാണ് സോല്യൂബിൾ ആവുക, പോളാർ സൊല്യൂട്ട് ആണ് അവിടെ സോല്യൂബിൾ ആവുക. നോൺ പോളാർ സോൾവെന്റ് ആണെങ്കിൽ അവിടെ ആര് സോല്യൂബിൾ ആവും, നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും അവിടെ സോല്യൂബിൾ ആവുക. സോ നമുക്കറിയാം അയോണിക് ബോണ്ട് ആയതുകൊണ്ട് തന്നെ ദേ ആർ പോളാർ ആണ് ആ സൊല്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ വാട്ടർ എന്താണ്, ഒരു പോളാർ സോൾവെന്റ് ആണ്. സോ വാട്ടറിനെ പോലുള്ള പോളാർ സോൾവെന്റ്സിലായിരിക്കും അയോണിക് കോമ്പൗണ്ട്സ് എന്താവുക, സോല്യൂബിൾ ആവുക. നോൺ പോളാർ ആണ് എന്ത്, ഓർഗാനിക് സോൾവെന്റ്സ്. എല്ലാവരും നോൺ പോളാർ സോൾവെന്റ്സിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് സോൾവെന്റ്സിൽ എന്താവില്ല, ഇവര് സോല്യൂബിൾ ആവില്ല. ആര്, അയോണിക് ബോണ്ട്സ് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് ഇൻ അക്വ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് അയോണിക് കോമ്പൗണ്ട്സ് ഗുഡ് കണ്ടക്ടേഴ്സ് ആവാനുള്ള കാരണം, അവിടെ ഫ്രീ അയോൺസ് പ്രസന്റ് ആണ്. കറക്റ്റ് അല്ലേ, ഫ്രീ അയോൺസ് ആർ പ്രസന്റ് ഇൻ കേസ് ഓഫ് എന്ത് അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ ഫ്രീ അയോൺസ് അവിടെ എന്താണ്, പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരിക്കും, ഫ്രീ അയോൺസ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് കിട്ടും, കണ്ടക്ഷൻ പോസിബിൾ ആണ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഇൻ അക്വ സൊല്യൂഷൻ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഇവർക്ക് എന്തുണ്ടായിരിക്കും, പ്രസന്റ് ആയിരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു പോയിന്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. നമ്മുടെ ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമ്മളിത് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കോമ്പറ്റേറ്റീവ് ലെവലിൽ വരുന്ന ഒരു പോയിന്റ് ആണത്. അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. നെക്സ്റ്റ് വൺ, ബോൺ ഹേബർ സൈക്കിൾ എന്നുള്ളതാണ്. സോ ഈ ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ തെർമോഡൈനാമിക്സിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ബോൺ ഹേബർ സൈക്കിളിന്റെ ഹോൾ സൈക്കിളിലുള്ള എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും, ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ബോൺ ഹേബർ സൈക്കിൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടാണെന്ത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോവാലന്റ് ബോണ്ടാണ് അത്.
ഓക്കെ യെസ്. എക്സാമ്പിൾ Cl2 നമ്മൾ പറഞ്ഞു. Cl2 എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 7 ആണ്. അടുത്ത ക്ലോറിൻ ഞാൻ എടുത്തു, അതിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 7 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ക്ലോറിൻ എന്ത് ചെയ്യും? മറ്റേ ക്ലോറിന് ഒരു ഇലക്ട്രോണിന് ഷെയർ ചെയ്യും. ഇപ്പൊ ഈ ഇലക്ട്രോണിന് എത്ര എണ്ണായി? 2 4 6 8 ആയി ഈ ക്ലോറിന്. എഗെയിൻ ഈ ക്ലോറിൻ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ക്ലോറിന് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. സോ ഈ ക്ലോറിനും എത്രയായി? 8 ആയി. സോ ഇവർ രണ്ടുപേരും ഓരോരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ഇവർക്കിടയിലുള്ള ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് Cl2 നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്ത ഈ പെയറിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോണ്ട് പെയർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. എന്താ വിളിക്കുക? ബോണ്ട് പെയർ. ഇനി ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ലോൺ പെയർ. ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ അവിടെ നിൽക്കുന്ന ആ പെയേഴ്സിനെ, ആ ഇലക്ട്രോൺ പെയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയേഴ്സ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ് ഉണ്ട്, പോളാർ കോവാലന്റ് ബോണ്ട്സ് ഉണ്ട്. അതായത് ഈ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറിന്റെ ഇടയിൽ, ഹൈഡ്രജന്റെ ഇടയിൽ ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇലക്ട്രോണെഗറ്റിവിറ്റി എന്താണ്? ഈക്വൽ ആണ്. കാരണം രണ്ടും ക്ലോറിൻ ആണല്ലോ. സോ എന്ത് ചെയ്യും? ഇവിടെ ഈക്വലി ആ 2 ഇലക്ട്രോൺസിനെ ഇവരെന്ത് ചെയ്യും? രണ്ടുപേർക്കും കൂടെ ഷെയർ ചെയ്യും. ഇനി നമ്മൾ എടുക്കുന്നത് HCl ആണെന്ന് വിചാരിക്കുക. ഈ HCl ഇടയിലുള്ളതും എന്ത് ബോണ്ടാണ്? ഒരു കോവാലന്റ് ബോണ്ടാണ്. പക്ഷേ ഇവിടെ ആരൊക്കെയാണുള്ളത്? ഒന്ന് ഹൈഡ്രജനും ഒന്ന് ക്ലോറിനും ആണ് അല്ലെ. ഈ ക്ലോറിന് എന്തുണ്ട്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ടെൻഡൻസി ടു ടേക്ക് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് വലിക്കാനുള്ള അതിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആ ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ക്ലോറിന് അത് കൂടുതലായതുകൊണ്ട് തന്നെ ഈ 2 ഇലക്ട്രോൺസിനെയും, ഇതിൽ ഒന്ന് ആരുതാണ്? ഹൈഡ്രജന്റെതാണ്, ഒന്ന് ക്ലോറിന്റെതാണ്. സോ ഇവരെന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെയും കൂടെ ക്ലോറിന്റെ അടുത്തേക്ക് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ക്ലോറിൻ കാണിക്കും. അപ്പോൾ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടും. ഹൈഡ്രജന്റെ അടുത്ത് നിന്ന് പോവാണ് എന്ന് തോന്നുന്ന സമയത്ത് ഹൈഡ്രജൻ എന്തും കിട്ടും? ഒരു പോസിറ്റീവ്, സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. സോ ഇവരെന്താണ്? കോവാലന്റ് ബോണ്ട് ആണ്. പക്ഷേ ഇവർക്കിടയിൽ എന്ത് ഫോം ചെയ്തു? ഒരു പൊളാരിറ്റി ഫോം ചെയ്തു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ കോവാലന്റ് ബോണ്ട്. ഇവിടെ അങ്ങനെ ഒരു പൊളാരിറ്റി ഫോം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ദേ ആർ നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ അല്ലേ? Okay, alle? So if the covalent bond is formed between 2 homonuclear atoms, between the atoms of exactly equal electronegativity ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോൺ പോളാർ കോവാലന്റ് ബോണ്ട്. പോളാർ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? If a covalent bond is formed between different atoms, the shared pair is displaced towards a more electronegative atom, causing greater concentration of electron density around that more electronegative atom. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ കോവാലന്റ് ബോണ്ട്. അതിന് എക്സാമ്പിൾ ആണ് HCl. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിന് ക്ലോറിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് കോവാലന്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്? കോവാലന്റ് ബോണ്ട് ലിക്വിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോ ആണ് റൂം ടെമ്പറേച്ചറിൽ അവർ കൂടുതലും എക്സിസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം അവരുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? കുറവാണ് കമ്പയർഡ് ടു അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സിൽ ആ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതലായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ക്ലിയർ അല്ലേ? Okay, alle? Next one, covalent compounds have low melting and boiling points. Covalent bonds എന്തുണ്ട്? Low melting and boiling points ആണുള്ളത്. So covalent bondsന് നമുക്കറിയാം അവർക്കിടയിലുള്ള ബോണ്ടിങ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. Covalent compounds are generally poor conductors of electricity. എന്താണ് അവർ? Poor conductors of electricity ആണ്. കാരണം ഇവിടെ എന്തില്ല? ഫ്രീ അയോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ പ്രസന്റ് അല്ല. Na+ഉം Cl- ഫോം ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അല്ലേ? സോ ഫ്രീ ഇലക്ട്രോൺസ് അവർക്കിടയിൽ എന്താണ്? പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്തായത്? കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയത്. വേറാസ് കോവാലന്റ് ബോണ്ട്സിന് അങ്ങനെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ അയോൺസ് അവിടെ പ്രസന്റ് ആവാത്തത് കാരണം തന്നെ അവരെന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. Okay, alle? They are soluble in non-polar solvents like benzene, usually insoluble in water. കാരണം എന്താണ്? ഇവർ പോളാർ മോളിക്യൂൾസ് അല്ല. ഓക്കെ, പോളാർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ എന്തായില്ല? വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കില്ല. ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ടുള്ള ബെൻസീൻ, അസറ്റോൺ, CCl4 ഇതിലൊക്കെ ആയിരിക്കും ഇവർ കൂടുതലും സോല്യൂബിൾ ആയിരിക്കുക. കാരണം ഇവരെന്താണ്? നോൺ പോളാർ ആണ്. സോ നോൺ പോളാർ ആണെങ്കിൽ അവർ നോൺ പോളാർ സോൾവെന്റ്സിലാണ് എന്ത് ചെയ്യുക? സോല്യൂബിൾ ആവുക. പോളാർ ആണെങ്കിൽ അവർ പോളാർ സോൾവെന്റ്സിലാണ് എന്ത് ചെയ്യുക? സോല്യൂബിൾ ആവുക. ഓക്കെ, യെസ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അയോണിക് ബോണ്ടിനെ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം. ജസ്റ്റ് ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് നമുക്ക് ഇതിലുള്ളത്. കോവാലന്റ് കോമ്പൗണ്ട്സിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ എന്താണ്? ഫോർമൽ ചാർജ് ഓഫ് എൻ ആറ്റം എന്നുള്ള കാര്യമാണ്. സോ നമ്മൾ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ ആറ്റത്തിന്റെയും എന്താ പറയുക?
ചാർജ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറയുന്നത്. സോ ഞാൻ ഓസോൺ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫോർമൽ ചാർജ് ഓഫ് ഈച്ച് ആൻഡ് എവറി ആറ്റം എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സോ ഇതിന് ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്, ഇതിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്, ഇതിന് ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ 2 ബോൺസ് അവർ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവർക്കിടയിലുള്ള എന്താ പറയുക ലോൺ പെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇവിടെ 3 ബോൺസ് ഉണ്ട്. സോ ഇവർക്കിടയിലുള്ള ലോൺ പെയർസിന്റെ എണ്ണം 1 ആയിരിക്കും. ഇവിടെ 1 2 3 ലോൺ പെയർസ് ഇവിടെ എന്തായിരിക്കും, പ്രസന്റ് ആയിരിക്കും. ക്ലിയർ ആണോ, ഓക്കെ ആണോ? യെസ്, സോറി ഞാനിതൊന്നും കൂടെ വരച്ചുതരാം. ഓക്കെ, 1 2 1 1 2 3. ഓക്കെ, യെസ്. ഇനി ഞാൻ ഇവർക്ക് നമ്പർ കൊടുക്കുകയാണ്. ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന ആറ്റത്തിന്റെ ഫോർമൽ ചാർജ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ആറ്റം. ഓക്സിജൻ ഒരു ഫ്രീ ആറ്റം ആയിരുന്നെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുമായിരുന്നേനെ? നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 6 ആണ്. മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, ലോൺ പെയർസ് എത്ര ഉണ്ട് ഈ ഒരു ഓക്സിജന്റെ മേലെ? 4 ആണ്. മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടഡ് അല്ലെങ്കിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ 2 4. കറക്റ്റ് അല്ലേ? ടോട്ടൽ നമ്പർ നമ്മൾ എടുക്കണം. സോ 2 ബോൺസ് ആണെങ്കിൽ 4 നമ്മൾ എടുക്കണം. സോ 6 - 4 - 2 എന്ന് വരും. നമുക്ക് ഫസ്റ്റ് 1ന്റെ ഫോർമൽ ചാർജ് നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി സെക്കൻഡ് 1ന്റെ ആണെങ്കിൽ എന്താ കിട്ടുക? 6 - 2 ½ ഇൻറ്റു 6 എന്ന് വരും. സോ 6 - 2 - 3 എന്നാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. സോ 6 - 2 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഫോർമൽ ചാർജ് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇനി തേർഡ് 1ന്റെ ആണെങ്കിലോ 6 - 6 ½ ഇൻറ്റു 2 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് -1. സോ തേർഡ് 1ന്റെ ഫോർമൽ ചാർജ് എത്രയാണ്? -1 ആണ്. സെക്കൻഡ് 1ന്റെ എത്രയാണ്? 1 ആണ്. ഫസ്റ്റ് 1ന്റെ എത്രയാണ്? 0 ആണ്. ഇങ്ങനെ നമുക്ക് ഓരോ ആറ്റത്തിന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. സോ നമുക്ക് ബോണ്ട് ലെങ്ത് ഉണ്ട്, ബോണ്ട് ആംഗിൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്കുണ്ട്. സോ എന്താണ് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ കോവാലന്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ദ 2 ആറ്റം ഇസ് നോൺ ആസ് ബോണ്ട് ലെങ്ത്. ഒരു കോവാലന്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ ആണെങ്കിൽ അവരുടെ ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ലെങ്ത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ബോണ്ട് ലെങ്ത് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഇനി ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്തും ഇൻക്രീസ് ചെയ്യും, ന്യൂക്ലിയയിലേക്ക് എത്തണ്ടേ. സോ ഇതൊന്നാണെങ്കിൽ അടുത്തത് എനിക്കുള്ളത് ഇങ്ങനെയാണ്. സോ ഇവിടെ എന്താണ്? തീർച്ചയായിട്ടും ഇവരുടെ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ അതാണ് പറഞ്ഞത് ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ബോണ്ടഡ് ആറ്റം. ബോണ്ടഡ് ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തും ഇൻക്രീസ് ചെയ്യും, ബോണ്ട് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ബോണ്ടഡ് ആറ്റംസ്. അതായത് നമ്മൾ ബോണ്ട് ലെങ്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ ബോണ്ടിന് ഒരു ബോണ്ട് ലെങ്ത് ആണ്, ഡബിൾ ബോണ്ടിന് വേറെയാണ്, ട്രിപ്പിൾ ബോണ്ടിന് വേറെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ ദാൻ ഡബിൾ ബോണ്ട് ദാൻ ട്രിപ്പിൾ ബോണ്ട്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബോണ്ട്സ് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, യെസ്. ബോണ്ട് ലെങ്ത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോണ്ട് ലെങ്ത് ഓരോ മോളിക്യൂളിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ ബോണ്ട് ആംഗിൾ എന്നുള്ളതാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻ എ കോവാലന്റ്ലി ബോണ്ടഡ് മോളിക്യൂൾ ഹാവിംഗ് മോർ ദാൻ 2 ആറ്റംസ് ദ ബോണ്ട് ഫോംസ് an angle with each other which is known as the bond angle. ഇപ്പൊ ഞാനിപ്പോൾ വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടറിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഈ 3 ബോണ്ടിന് ഇടയിലുള്ള അല്ലെങ്കിൽ ഈ 2 ബോണ്ട്സിന് ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, ഇവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബോണ്ട് ആംഗിൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വലിയ രീതിയിൽ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല, ബോണ്ട് ആംഗിൾ അവിടെ എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക. എന്തൊക്കെയാണ് എന്താ പറയുക നമ്മുടെ ബോണ്ട് ആംഗിളിനെ എഫക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ റിപ്പൽഷൻ, ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് വരും വഴിയെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും ലോൺ പെയർ റിപ്പൽഷൻ, ബോണ്ട് പെയർ റിപ്പൽഷൻ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഇതിലൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ട്സിന്റെ ഗതികൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഹൈബ്രിഡൈസേഷനും ഓരോ പെർട്ടിക്കുലർ ബോണ്ട് ആംഗിൾ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബോണ്ട് ഓർഡർ. ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുള്ളൂ നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്ന സമയത്ത്. സോ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസിന്റെ മോളിക്യൂൾ. ഓക്കെ, ഒരു മോളിക്യൂൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈഥീൻ എടുക്കുകയാണെങ്കിൽ ഈഥീന്റെ ബോണ്ട് ആംഗിൾ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കാർബണിന്റെ ബോണ്ട് ഓർഡർ വരുന്നത്? 2 ആണ്. കാരണം ഇവർക്കിടയിൽ എത്ര ബോണ്ടാണുള്ളത്? 2 ബോണ്ട്സ് ആണുള്ളത്. ക്ലിയർ അല്ലേ? അതാണ് എന്ത്, ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വൺ ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, ഇനി ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമോ അതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇവർ തമ്മിൽ എന്താണ്, ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ എന്ത് ചെയ്യാണ്, എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യാണ്. അത്രയും എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ അതിന്റെ സൈനിൽ മാത്രമേ എന്തുള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. ദ ബോണ്ട് എൻതാൽപ്പി ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ റിലീസ് ചെയ്യായതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈഡ്, ഇവിടെ നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, പോസിറ്റീവ് സൈഡ് നമ്മൾ കൊടുക്കണം. Okay, next one, bond dissociation enthalpy is determined by thermal spectroscopic method വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബോണ്ട് എൻതാൽപ്പിയാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്താണ്, അവരുടെ ബോണ്ട് എൻതാൽപ്പി കുറയാണ് ചെയ്യുക. സോ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ട് എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി, അവർക്കിടയിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, യെസ്, sorry guys. Okay, next one, extent of overlapping. Extent of overlapping കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രോങ് ആവുക ചെയ്യുക. എഗെയിൻ അവരുടെ ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. സോ ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്താൽ എഗെയിൻ അവരുടെ ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഫെജാൻസ് റൂൾ. ഫെജാൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡിഫൈൻ ദി കോവാലന്റ് ക്യാരക്ടർ ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ പറയുന്ന ഒരു റൂളാണ് എന്ത്, ഫെജാൻസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ട്സിൽ ഇന്നയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാം. അവരെന്താണ്, അയോണിക് മോളിക്യൂൾസ് ആണ്, പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മോളർ ദി സൈസ് ഓഫ് കാറ്റിയോൺ ആൻഡ് ലാർജർ ദി സൈസ് ഓഫ് ആനയോൺ. ഞാനിപ്പോൾ I എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ബോണ്ട് എന്താണ്, അയോണിക് ബോണ്ട് ആണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള കാറ്റിയോൺ ആരാണ്, Li+ ആണ്. ആനയോൺ ആരാണ്, I- ആണ്. ഇവരുടെ രണ്ടുപേരുടെയും സൈസിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. Li+ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാറ്റിയോണും I- എന്ന് പറയുന്നത് വളരെ വലിയൊരു ആനയോണുമാണ്. സോ ഇങ്ങനെയാണ് ഇവരുടെ ബോണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇവരുടെ കോവാലന്റ് ക്യാരക്ടർ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഈ Li കൂടുതലായിട്ടും ഒരു കോവാലന്റ് മോളിക്യൂൾ ആയിട്ടായിരിക്കും ഇവര് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി വേറെ കാര്യം എന്താണ്, ഗ്രേറ്റർ ദി ചാർജ് ഓൺ കാറ്റിയോൺ ഓർ ആനയോൺ, ഗ്രേറ്റർ ഈസ് ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. ഇപ്പൊ നമ്മൾ MgCl2 AlCl3 ഇതിനെ രണ്ടിനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ +2 ചാർജും ഇവിടെ +3 ചാർജും ആണല്ലോ. ഇവിടെ കാറ്റിയോണിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ MgCl2നെയും AlCl3നെയും ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് AlCl3ക്ക് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും. കാരണം ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദ കാറ്റിയോൺ അല്ലെങ്കിൽ ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദി ആനിയോൺ, ഗ്രേറ്റർ വിൽ ബി ദെയർ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ദാറ്റ് അയോണിക് കോമ്പൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫെജാൻസ് റൂൾ എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, എന്താണ് റെസൊണൻസ് എന്നുള്ളതാണ്. അതായത് ഒരു മോളിക്യൂളിന്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും നമുക്ക് അവരുടെ ഒരു സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, അവിടെ വേറെന്തോ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതോ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കണം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ് മീൻസ് ഒരു മോളിക്യൂളിനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില സമയങ്ങളിൽ നമുക്ക് അവരെ ഡിസ്ക്രൈബ് ചെയ്യാം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റെസൊണൻസ് എന്നുള്ളത്. എ സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ കെൻ നോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദ മോളിക്യൂൾ. ദ മോളിക്യൂൾ ഈസ് ദെൻ സപ്പോസ് ടു ഹാവ് മെനി സ്ട്രക്ചേഴ്സ് ഈച്ച് ഓഫ് വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ഒരു മോളിക്യൂൾ വെച്ചിട്ട് അതിന്റെ എല്ലാ പ്രോപ്പർട്ടിയും പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അതിന്റെ ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡിഫൈൻ ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഓരോ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. ദ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പൊ നമ്മൾ ആക്ച്വലി കാണുന്ന സ്ട്രക്ചർ എന്താണ്, ഈ ഓരോ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് വേർഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ആവറേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വേർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബെൻസീന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, ബെൻസീൻ ഒന്നുകിൽ ഇങ്ങനെ ആവാം അല്ലെങ്കിൽ എങ്ങനെയാവാം,
ഇങ്ങനെയാവാം. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ എല്ലാ ബോണ്ടിനും ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം, ദിസ് ഈസ് വാട്ട് ഈസ് റെസൊണൻസ് ഹൈബ്രിഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലേ, റെസൊണൻസ് ഹൈബ്രിഡ്. ദ ആക്ച്വൽ സ്ട്രക്ചേഴ്സ് ലൈ ഇൻ ബിറ്റ്വീൻ ഓൾ ദ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റെസൊണൻസ് ഹൈബ്രിഡ്. ഓക്കെ അല്ലേ, ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റെസൊണൻസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പം റിവിഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഡൈപോൾ മൊമെന്റ് ആണ്. സോ ഡൈപോൾ മൊമെന്റ് മ്യൂ എന്നാണ് നമ്മൾ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ചാർജസ് ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചാർജ് ക്യൂവും ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആറും ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ. ഡിബൈ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ ഇവരെ പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ശരിക്കുമുള്ള യൂണിറ്റ് എന്താണ്, കൂളോംബ് മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? സോ 1 ഡിബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 3.33 ഇൻറ്റു 10⁻30 കൂളോംബ് മീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ CGS സിസ്റ്റം ആണെങ്കിൽ ESU സെന്റിമീറ്റർ. അതെത്രയാണ്, 1 ഇൻറ്റു 10⁻18 ESU സെന്റിമീറ്റർ ആണ്. ഇത് നമ്മുടെ CGS സിസ്റ്റം, ഇതെന്താണ് SI യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഡിബൈസിലാണ് ഇതിനെ പറയാറുള്ളത്. എന്തിനാണ്, നമ്മുടെ ഡൈപോൾ മൊമെന്റിന്. ഓക്കെ, ക്ലിയർ. ഈ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമില്ല. ദിസ് ഈസ് ഫോർ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ഇപ്പൊ പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്താ പറയാ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓൺലി വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ആറ്റം ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ കോമ്പിനേഷൻ ഡ്രോസ് ദ ലൂയിസ് റെപ്രസെന്റേഷൻ ഓഫ് NF3. ഓക്കെ, ഓൺലി വാലൻസ് ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട്. ഓക്കെ, സോ നമുക്കറിയാം നൈട്രജന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ 3 ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ലൂയിസ് സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെ വരക്കാം, ഇങ്ങനെയായിരിക്കും നമ്മൾ NF3നെ വരക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 ഇസ് 0. വൈ? ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചാർജസ് ഒരു ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാവുന്നതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മ്യൂ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു R ആണ്, ഡിബൈ ആണ് ഇതിന്റെ യൂണിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. BF3ന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. കാരണം നമ്മുടെ ബോറോണിന് ചുറ്റുമുള്ളത് 3 ഇലക്ട്രോൺസ് ആണ്. സോ 3ഉം എന്ത് ചെയ്തു, ഒരു ഫ്ലൂറിനായിട്ട് അവർ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വരക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയണം. ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. സോ ഇവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആയ ആറ്റം എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസിന് ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഓരോന്നിന്റെയും ഡൈപോൾ മൊമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം. സോ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ വെക്ടർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വെക്ടർ അഡീഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക് പാരലലോഗ്രാം ലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്താലും ഈക്വൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഇതെല്ലാം. കാരണം എല്ലാം ആരാണ്, ഫ്ലൂറിൻ തന്നെയാണ്. സോ ഫ്ലൂറിൻ വലിക്കുന്നത് ഒരേ അളവിലായിരിക്കും. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇതൊരു വെക്ടർ, ഇത് സെയിം വെക്ടർ തന്നെയാണ്. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറും എന്തായിരിക്കും, അതേ മാഗ്നിറ്റ്യൂഡിലുള്ള വെക്ടർ തന്നെയായിരിക്കും. സോ നമുക്ക് കിട്ടുന്നത് ഇവിടെ മേലോട്ടൊന്ന് അതേ മാഗ്നിറ്റ്യൂഡിൽ താഴോട്ടൊന്ന് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ഇവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ ഈസ് 120 സോ നമുക്ക് കിട്ടുന്നത് മേലോട്ടും താഴോട്ടുള്ളത് ഒരേ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ മാഗ്നിറ്റ്യൂഡിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ അതിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. സോ നിങ്ങൾ പറയാം ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ വെക്ടറിന്റെ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ? നോ ഡൗട്ട്സ്? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈപോൾ മൊമെന്റ്. അഗെയിൻ നമ്മൾ ഡൈപോൾ മൊമെന്റ് ആപ്ലിക്കേഷൻസ് തന്നെയാണ് പറയുന്നത്. നോൺ പോളാർ മോളിക്യൂൾ ഹാവ് 0 ഡൈപോൾ മൊമെന്റ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടേ ഉള്ളൂ, BF3ന്റെ കേസിൽ എന്താണ്, 0 ഡൈപോൾ മൊമെന്റ് ആണല്ലേ അവർക്കുള്ളത്. ഇതെന്തുമാണ്, നോൺ പോളാർ മോളിക്യൂൾസുമാണ്. ക്ലിയർ അല്ലേ? CCl4ന്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കൂ. CCl4ൽ ക്ലോറിൻ ഇവിടെ, ക്ലോറിൻ ഇവിടെ എല്ലാം എന്ത് ചെയ്യാണ്, അങ്ങോട്ട് അതേ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലാണ് ഓരോന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ത് തന്നെ കിട്ടും, 0 എന്ന് തന്നെ കിട്ടും. സോ നോൺ പോളാർ മോളിക്യൂൾസിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും.
ഓക്കെ, സിസ് ട്രാൻസ് ഐസോമേഴ്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ഡൈപോൾ മൊമെന്റ്. സിസ് ട്രാൻസ് ഐസോമേഴ്സിനെ നമുക്ക് ഡൈപോൾ മൊമെന്റ് വെച്ചിട്ട് പറയാനായിട്ട് കഴിയും. സോ ട്രാൻസിൽ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. സിസിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സിസ് ട്രാൻസ് ഐസോമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡൈപോൾ മൊമെന്റ് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ഈസ് ഗ്രേറ്റർ ഫോർ ഓർത്തോ ഐസോമർ ആൻഡ് 0 ഫോർ പാരാ ഐസോമർ. നമ്മളിപ്പം ഞാൻ ക്ലോറിൻ എടുക്കുകയാണ്, അതായത് ഡൈക്ലോറോ കോമ്പൗണ്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇവരുടെ ഡൈപോൾ മൊമെന്റ് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ അതേപോലെ പാരാൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ എത്ര എമൗണ്ടിൽ മേലോട്ട് വലിക്കുന്നുണ്ടോ അത്ര തന്നെ എമൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ടും വലിക്കുന്നുണ്ട്. സോ ഇവരുടെ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓർത്തോൻ്റെതായിരിക്കും ഏറ്റവും കൂടുതൽ ദാൻ എന്ത്, മെറ്റ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഇവിടെ ക്ലോറിൻ, ഇവിടെ ഇവരുടെ ഇടയിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര ആയിരിക്കും എന്ത് വരിക, ഈ ഒരു ഓർത്തോ മെറ്റ പാര ഐസോമേഴ്സിന്റെ കേസിൽ വരുന്ന ഓർഡർ. ഇവിടെ ആണെങ്കിലോ സിസ് ഗ്രേറ്റർ ദാൻ ട്രാൻസ് ആയിരിക്കും അവരുടെ ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ സിസ് ട്രാൻസ് ഐസോമേഴ്സിന്റെ കേസിൽ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് VSEPR തിയറി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നാണ് നമ്മളിതിനെ വിളിക്കുന്ന പേര്. The shape of molecule depend upon the number of valence shell electron pairs എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റുമുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനനുസരിച്ചാണ് ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ഷേപ്പ് മാറുന്നത് എന്നാണ് VSEPR തിയറി പ്രകാരം പറയുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് ഇത് പറയുന്നത്. സോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിന് നമ്മളൊരു സ്ഫിയർ ആക്കി കണക്കാക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ പെയർസ് നമ്മൾ എന്തുണ്ടായിരിക്കും, റിപ്പൾഷൻ ഉണ്ടായിരിക്കും അല്ലെ. സോ ഇവരെന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് അവരുടെ റിപ്പൾഷൻ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ഡിസ്റ്റൻസിൽ പോയിട്ടാണ് എന്ത് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്താണ്, കൂടുതൽ ഡിസ്റ്റൻസിൽ പോയിട്ട് അവർ നിൽക്കും എന്തിന്, ഈ ഒരു റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാനായിട്ട്. സോ ദീസ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടെൻഡ് ടു ഓക്യുപ്പൈ സച്ച് പൊസിഷൻ ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് ദ റിപ്പൾഷൻ ആൻഡ് ദസ് മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. കറക്റ്റ് അല്ലേ? അങ്ങനെ ആയിരിക്കണമല്ലോ അവർ നിൽക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, സോ ഇതാണെന്ത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനിയുമുണ്ട് പോയിന്റ്സ്. വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്ഫിയർ വിത്ത് ദ ഇലക്ട്രോൺ പെയർ ലോക്കലൈസിംഗ് ഓൺ ദ സ്ഫെറിക്കൽ അറ്റ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ദ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എഫ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ബോണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദ two or more resonance structures can represent the molecule. VSEPR model is applicable to any such structure. അതായത് നമ്മുടെ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 അതിലധികമോ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു VSEPR തിയറി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അവരുടെ സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ പെയേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഈ ഇലക്ട്രോൺ പെയേഴ്സ് ഒന്നുകിൽ ലോൺ പെയേഴ്സ് ആവാം, ബോണ്ട് പെയേഴ്സ് ആവാം. ഓക്കെ, അപ്പൊ അവർക്കിടയിലുള്ള റിപ്പൾഷന്റെ ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ lone pair repulsion is greater than lone pair bond pair repulsion, which is greater than bond pair repulsion. രണ്ട് ലോൺ പെയർസിന്റെ ഇടയിലുള്ള റിപ്പൾഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ than lone pair bond pair than bond pair എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഈ ലോൺ പെയർസ് റിപ്പൽ ചെയ്തിട്ട് ബോണ്ടുകൾ എന്തായി, കുറച്ചും കൂടെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ സെയിം കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ ജിയോമെട്രി ഓഫ് എ സെൻട്രൽ ആറ്റം, ഒരു ലോൺ പെയറും ഇല്ലാത്ത എല്ലാ ബോണ്ട് പെയർസും മാത്രമായിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ജിയോമെട്രി എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 2 ആണ്. ആ 2 ഇലക്ട്രോൺ പെയർസും എന്താണ്, ബോണ്ട് പെയർസും ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം, മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യേണ്ടേ. മാക്സിമം ഡിസ്റ്റൻസിൽ ഒരു സ്ഫിയറിന്റെ അറ്റത്തും മറ്റേ അറ്റത്തും അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്ററിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിൽക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു സ്ഫിയർ നിങ്ങൾ എടുത്ത് നോക്കൂ, ഇവരെ മാക്സിമം ഡിസ്റ്റൻസ് എവിടെ ഉണ്ടാവുക, ഒന്നുകിൽ ഇവർക്കിടയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവർക്കിടയിൽ. കറക്റ്റ് അല്ലേ? യെസ്. സോ ദാറ്റ് മീൻസ് ആ സെൻട്രൽ ആറ്റം ഇവിടെ ഉണ്ടായിരിക്കും, ഒരു ബോണ്ട് പെയർ ഇവിടെയും അടുത്ത ബോണ്ട് പെയർ ഇവിടെയും എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് തന്നെ അതിന്റെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ എന്തായിരിക്കും, 180 ആയിരിക്കും. അവരുടെ സ്ട്രക്ചർ എന്തായിരിക്കും അല്ലെങ്കിൽ ജിയോമെട്രി എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ BeCl2, BeH2, HgCl2. ഇതെല്ലാം നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം.
നെക്സ്റ്റ് വൺ ബോണ്ട് പെയർസിന്റെ എണ്ണം 3 ആണ്. സോ ഇതേ സ്ഫിയറിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ മാക്സിമം ഡിസ്റ്റൻസിൽ നമുക്ക് അവരെ കീപ്പ് ചെയ്യണം. സോ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, ട്രയഗണൽ പ്ലേനാർ ആയിരിക്കും ഇവിടെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ ട്രയഗണൽ പ്ലേനാർ ആണെങ്കിൽ ഇവിടെ നമ്മുടെ സെൻട്രൽ ആറ്റം ഒരാളിവിടെ അടുത്ത ആളിവിടെ. സോ ഇവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. 360/3 നമ്മൾ ചെയ്യണം, കറക്റ്റ് അല്ലേ? സോ 120 ആയിരിക്കും ബോണ്ട് ആംഗിൾ വരുന്നുണ്ടായിരിക്കുക. ട്രയഗണൽ പ്ലേനാർ ആയിരിക്കും ഇവരുടെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. BF3 ആണ് എന്ത് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ 4 ബോണ്ട് പെയേഴ്സ് ആണെങ്കിൽ ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, ആ സ്ഫിയറിന്റെ സർഫസിൽ മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്തായിരിക്കും, ടെട്രാഹിഡ്രൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കും സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. ടെട്രാഹിഡ്രൽ ആണ്. ടെട്രാഹിഡ്രലിന്റെ ബോണ്ട് ആംഗിൾ ഈസ് 109.5 ആണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സാമ്പിൾ CH4 NH4+, ഇതെല്ലാം എന്താണ് അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ ആലോചിക്കുക, 4 ഇലക്ട്രോൺ പെയേഴ്സ് ആണുള്ളത്, അതെല്ലാം ബോണ്ട് പെയേഴ്സ് ആണെങ്കിൽ ടെട്രാഹിഡ്രൽ. 3 ഇലക്ട്രോൺ പെയേഴ്സ് ആണ്, അതെല്ലാം ബോണ്ട് പെയേഴ്സ് ആണെങ്കിൽ ട്രൈഗണൽ പ്ലേനാർ. 2 ഇലക്ട്രോൺ പെയേഴ്സ് ആണ്, അതെല്ലാം ബോണ്ട് പെയേഴ്സ് ആണെങ്കിൽ എന്താണ്, ലീനിയർ ആണ്. കഴിഞ്ഞില്ല. 5 ആണെങ്കിൽ അവർ വരുന്നത് ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. ട്രൈഗണൽ ബൈ പിരമിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ വരുന്നത്. ഒരു പിരമിഡ് ഇങ്ങോട്ട്, ഒരു പിരമിഡ് ഇങ്ങോട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ട്രൈഗണൽ ബൈ പിരമിഡൽ എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ വരുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മുടെ എന്ത് ട്രയാങ്കിൾ വരുന്നത്. ഇനി ഏതൊക്കെയാണ് 2 പിരമിഡ്സ് വരുന്നത്, ഒരു പിരമിഡ് ഇങ്ങനെ, അടുത്ത പിരമിഡ് താഴോട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇതാണ് എന്ത് ട്രൈഗണൽ ബൈ പിരമിഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവർക്ക് 2 ബോണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും. ട്രൈഗണൽ ബൈ പിരമിഡലിന് 2 ബോണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും. ഒന്ന് ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ബോണ്ട്, അതെത്രയാണ്, 120 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് 2 ആക്സിയൽ ബോണ്ട്സ് ഉണ്ട്. ഇതൊരു പ്ലെയിനിൽ ഇങ്ങനെയാണ്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും, എന്നിട്ട് ഒരു പിരമിഡ് ഇങ്ങോട്ട്, ഒരു പിരമിഡ് താഴോട്ട്. സോ ഈ ഒരു ആക്സിയൽ ബോണ്ടും ഈ ഒരു ട്രൈഗണൽ പ്ലേനാറും തമ്മിൽ എന്തുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ്. സോ ഇവിടെ 2 ബോണ്ട് ആംഗിൾ ഉണ്ട്, 120 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രിയാണ് ഇവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത് PCl5. ഇനി 6 ആണെങ്കിൽ അവരുടെ സ്ട്രക്ചർ വരുന്നത് ഒക്ടാഹിഡ്രൽ ആണ്. അതായത് ഒരു പ്ലെയിനിൽ എന്തുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ മേലോട്ടൊന്ന് താഴോട്ടൊന്ന്. സോ ഒക്ടാഹിഡ്രൽ ആണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. ഇവർക്ക് എല്ലാ ബോണ്ട് ആംഗിളും സെയിം ആണ്, വിച്ച് ഈസ് 90 ഡിഗ്രി ആണ് ഒക്ടാഹിഡ്രലിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത്. ആൻസർ അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ഈസ് SF6. ഇനി 7 ബോണ്ട് പെയേഴ്സ് പ്രസന്റ് ആണെങ്കിൽ അത് പെന്റഗണൽ ബൈ പിരമിഡൽ എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മുടെ പ്ലെയിനിൽ ഒരു പെന്റഗണൽ ഉണ്ടായിരിക്കും, അതിന്റെ മേലോട്ടും താഴോട്ടും ബോണ്ട്സ് പ്രസന്റ് ആണ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ വരുന്നത് 72 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾ വരുന്നത് IF7 ആണ്. ഓക്കെ, ഈ കാര്യം എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞ എന്ത് മാത്രമാണ്, ബോണ്ട് പെയേഴ്സ് മാത്രമുള്ള കാര്യമാണ്. പക്ഷേ ചില മോളിക്യൂൾസിൽ എന്തുമുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എടുത്ത് നോക്കൂ, അമോണിയന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്, H ഇവിടെ, ഒരു ഇലക്ട്രോൺ പെയർ ഇവിടെ, വിച്ച് ഇസ് എ ലോൺ പെയർ. കറക്റ്റ് അല്ലേ? അപ്പൊ ലോൺ പെയർ ആവുന്ന സമയത്ത് അവരുടെ ജിയോമെട്രി എന്താണ്, അവരുടെ ഷേപ്പ് എന്താണ് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എത്രയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് 3 ആണ്. അതിൽ 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയേഴ്സ് ആണ്. ഓക്കെ അല്ലെ? E ആണ് നമ്മുടെ ലോൺ പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ AB2 എന്ന് പറഞ്ഞാൽ A ആണ് സെൻട്രൽ ആറ്റം, 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണുള്ളത്. സോ 3 ഇലക്ട്രോൺ പെയേഴ്സ് ആണ് ടോട്ടൽ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സ്ട്രക്ചർ എന്താണ്, ട്രൈഗണൽ പ്ലേനാർ ആണല്ലേ. ഈ ട്രൈഗണൽ പ്ലേനാറിൽ ഏതോ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറിനെ നമ്മൾ ഏറ്റവും ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്യണം. സോ ഇതിൽ ഏതെടുത്താലും ഓക്കെയാണ്. സോ നമുക്ക് ബാക്കി കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ ലോൺ പെയർ ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ഇല്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്താണ് ഈ സ്ട്രക്ചർ, ബെൻഡ് സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ വിചാരിച്ച സ്ട്രക്ചർ എന്തായിരുന്നു, ട്രൈഗണൽ പ്ലേനാർ. പക്ഷെ ഇതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്താണ്, ബെൻഡ് ആണ്. എക്സാമ്പിൾ SO2 ആൻഡ് O3 നിങ്ങൾ നോക്കി നോക്കാം. ഓക്കെ, SO2 നിങ്ങൾ എടുക്കൂ, സൾഫറിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ ഒരാള് 2 ഇലക്ട്രോൺസ് എടുത്തിട്ട് ഒരു ഓക്സിജൻ, അടുത്ത 2 ഇലക്ട്രോൺ എടുത്ത് അടുത്ത ഓക്സിജൻ, ബാക്കി എത്രയാണുള്ളത്, ഒരു ലോൺ പെയർ ഇവിടെ ബാക്കിയാണ്. സോ ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരും, ബെൻഡ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി 3 ബോണ്ട് പെയേഴ്സും 1 ലോൺ പെയറും. സോ ടോട്ടൽ 4 ആണ്. സോ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ടെട്രാഹിഡ്രൽ ആണ്. അതായത് ഈ ഒരു ഷേപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ലോൺ പെയർ ഉണ്ട്. എഗെയിൻ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം. കാരണം ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ അവിടെ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. അത് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. സോ നമുക്ക് ഇതാണ് ബാക്കിയുള്ളത്. ഇതൊരു ഷേപ്പായിട്ട് നമ്മൾ കൂട്ടില്ല, കാരണം അവിടെ ഇലക്ട്രോൺസ് ആണ്, ബോണ്ട് ഫോം ചെയ്യുന്നില്ല. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രയഗണൽ
പിരമിഡൽ എന്ന് നമുക്കിതിനെ വിളിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ വരച്ച അമോണിയ. അമോണിയന്റെ 3 ബോൺസ് താഴെ ഇങ്ങനെയുണ്ട്, ഒരു ലോൺ പെയർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി 2 ബോണ്ട് പെയർസും 2 ലോൺ പെയർസും ആണെങ്കിലോ 2 ബോണ്ട് പെയർസും 2 ലോൺ പെയർസും. സോ നമ്മൾ അഗെയിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ ഇതിൽ 2 ലോൺ പെയർസ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്, 2 ബോണ്ട് പെയർസും. സോ ഇവർ തമ്മിൽ ഏറ്റവും മാക്സിമം, അതായത് നമ്മൾ ബോണ്ട് ആംഗിളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്? ശരിക്കും 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് വരേണ്ടത്. കാരണം ഇതെന്താണ്, ഒരു ടെട്രാഹൈഡ്രൽ ഷേപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ 2 ലോൺ പെയർസ് ആയത് കാരണം തന്നെ ഈ 2 ലോൺ പെയർസും എന്ത് ചെയ്യും മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്കിടയിലുള്ള ബോണ്ട് എന്ത് ചെയ്തത് ഇങ്ങനെ താഴോട്ട് വന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. യെസ്, നിങ്ങൾ നോക്കൂ, ഈ ലോൺ പെയർസിന്റെ റിപ്പൽഷൻ കാരണം ബോണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞിട്ട് എത്രയായിട്ട് മാറി? 104.5 ആയിട്ട് അത് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? വാട്ടർ പറയാം. വാട്ടറിൽ നിങ്ങൾ നോക്കൂ, ഓക്സിജന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 6 ഇലക്ട്രോൺസ്. 2 ആൾ മാത്രമേ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ, ബാക്കി എത്ര ആളുണ്ട്? 4 ആളുണ്ട്. സോ ദാറ്റ് ഈസ് 2 ലോൺ പെയർസ് അവിടെ പ്രസന്റ് ആണ്. ആ 2 ലോൺ പെയർസും കൂടെ റിപ്പൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ബോണ്ടിനുള്ളിലേക്ക് തള്ളും. അതിന്റെ ബോണ്ട് ആംഗിൾ കുറഞ്ഞിട്ട് 104 ഡിഗ്രി ആയിട്ട് അത് കുറയാണ് ചെയ്യുക. 109 ഉണ്ടാവേണ്ട ആൾ ഇപ്പൊ എത്രയേ ഉള്ളൂ? 104 ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടുത്തെ ഷേപ്പും എന്താ വരുന്നത്? ഒരു ബെൻഡ് ഷേപ്പാണ്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പാണ് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ AB4E, അതായത് ടോട്ടൽ 5 ഉണ്ട്. സോ ടോട്ടൽ 5 ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയാണ്. സോ ഇതിൽ ഒരാളാണ് എന്തായത്? ലോൺ പെയർ ആയത്. അതിനെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി നോക്കൂ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ സീസോ എന്ന് നമുക്ക് പറയാം. എന്താണ്? സീസോ സ്ട്രക്ചർ ആണ്. SF4 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൾഫറിന്റെ ചുറ്റും 6 ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഫ്ലൂറിനെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒരാൾ എന്താണ് അവിടെ ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. സോ സീസോ സ്ട്രക്ചർ ആണ്, SF4 ആണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ AB3E2 ആണ് ഞാൻ നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത്. സോ AB3E2 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നമ്പർ ഓഫ് ബോണ്ടിങ് പെയർസ് എത്രയാണ്? 3 ആണ്. ലോൺ പെയർസ് എത്രയാണ്? 2 ആണ്. സോ ടോട്ടൽ 5 ആണ് എഗെയിൻ ഇവിടെ വരുന്നത്. പക്ഷെ അതിൽ 2 ആൾ എന്താണ്? ലോൺ പെയർസ് ആണ്. സോ 2 ആൾ ലോൺ പെയർസ് ആവുന്ന സമയത്ത് എന്താവും? ഇവരും ലോൺ പെയർസ് ആയിട്ട് മാറും. കാരണം ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ബോണ്ട് ഇങ്ങോട്ടും, 2 ബോണ്ടുകൾ ഇങ്ങോട്ടും. സോ ഇത് ഏതാണ് ഷേപ്പ് വരുന്നത്? ദിസ് ഈസ് T ഷേപ്പ് ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ T ഷേപ്പ് ആണ്. ClF3 ആണ് എക്സാമ്പിൾ. കാരണം എന്താണ്? ക്ലോറിന്റെ ചുറ്റും 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൽ 3 ആൾ എന്ത് ചെയ്തു? ഫ്ലൂറിനായിട്ട് ബോണ്ട് ഫോം ചെയ്തു. ബാക്കി എത്രയുണ്ട്? 2 ലോൺ പെയർസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് AB5E അഗെയിൻ 6ൽ 1. ഓക്കെ, 6ൽ 1 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്സിയൽ ബോണ്ട് ആയിരിക്കും ഇതിൽ എന്ത് ചെയ്യുക? ലോൺ പെയർ ആയിട്ട് മാറുന്നുണ്ടായിരിക്കുക. സോ ഇപ്പൊ ഇത് എന്തായി? ഇത് സ്ക്വയർ പിരമിഡലായി. കറക്റ്റ് അല്ലേ? ഇതൊരു സ്ക്വയർ, അതിന്റെ മേലോട്ട് ഒരു പിരമിഡ് മാത്രം. സോ ഇതെന്താണ്? സ്ക്വയർ പിരമിഡലിന് എക്സാമ്പിൾ ആണ്. BRF5 ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി 2 ലോൺ പെയർസ് ആണെങ്കിൽ 2 ആക്സിയൽ ബോണ്ടിലും ആര് വരും? ലോൺ പെയർസ് വരും. കാരണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാക്സിമം ആയിട്ട് കീപ്പ് ചെയ്യണം. സോ നമുക്ക് ഇവരെ 2 ലോൺ പെയർസ് ആകാൻ പറ്റില്ല. കാരണം ആക്സിയൽ ബോണ്ട്സ് ആകുന്ന സമയത്ത് അവരുടെ മാക്സിമം ഡിസ്റ്റൻസിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് 2 ആക്സിയൽ ബോണ്ട്സിൽ വരുന്നത്. ഇതിപ്പോ എന്താണ്? സ്ക്വയർ പ്ലേനാർ ആയിട്ട് മാറി. That is XeF4. Okay, clear? Doubt illalo? Yes. Okay, so what do you understand by bond pair of electron and lone pair of electron? Bond pairs എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ആണ്. ലോൺ പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബോണ്ട് ഫോർമേഷനിൽ ഉൾപ്പെടാത്ത നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാം. എക്സ്പ്ലെയിൻ ദ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ H2O. H2Oന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ്. 2 ആളാണ് ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ബാക്കി 2 ലോൺ പെയർസ് ആണ് അവിടെ ഉള്ളത്. ഇവരുടെ സ്ട്രക്ചർ വരുന്നത് എന്താണ്? ബെൻഡ് ആണ്. ബോണ്ട് ആംഗിൾ 104 ഡിഗ്രി ആണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. Due to lone pair repulsion. ഓക്കെ അല്ലേ? അമോണിയന്റെ സ്ട്രക്ചർ നമുക്കറിയാം. നൈട്രജന്റെ ചുറ്റും 5 ഇലക്ട്രോൺസ് ആണ്. അതിൽ 3 പേര് ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തു. ഒരു ലോൺ പെയർ ഇവിടെ ഉണ്ടായിരിക്കും. ഇവരുടെ ഷേപ്പ് വരുന്നത് ട്രയഗണൽ പിരമിഡലാണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ VSEPR തിയറി. നമുക്ക് 3 തിയറീസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, നെക്സ്റ്റ് വൺ വാലൻസ് ബോണ്ട് തിയറി, നെക്സ്റ്റ് വൺ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഈ 3 തിയറീസാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് തിയറിയിൽ എത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് വാലൻസ് ബോണ്ട് തിയറി. എന്താണ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഓക്കെ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഓക്കെ, ടു ഫോം എ കോവാലന്റ് ബോണ്ട് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ യെസ്, ഓക്കെ, യെസ്.
To form a covalent bond, overlapping occurs between half-filled valence shell orbitals of the two atoms. അതായത് ഒന്നുമില്ല, ഇപ്പൊ ഞാനൊരു കോവാലന്റ് ക്ലോറിനെ തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ബോണ്ട് ഫോം ചെയ്യുക എങ്ങനെയാണ്? ഒരു ഹാഫ്, അതായത് ക്ലോറിന്റെ സ്ട്രക്ചർ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ഇവിടെയും എന്തിരിക്കുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്യാണ്? ഇന്റർമിക്സ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇവര് ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിട്ട് മാറുക ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അതാ പറഞ്ഞത്, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് ഹാഫ് ഫിൽഡ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? അവരാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. റിസൾട്ടിംഗ് ബോണ്ട് അക്വയേഴ്സ് എ പെയർ ഓഫ് ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് ഗെറ്റിംഗ് സ്റ്റെബിലിറ്റി. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവിടെ നമുക്ക് ഒരു ഇലക്ട്രോൺ പെയറിനെ കിട്ടും വിത്ത് ഓപ്പോസിറ്റ് സ്പിന്ന്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു ക്ലോറിന്റെ ഓർബിറ്റൽ ഉണ്ട്, അടുത്ത ക്ലോറിന്റെ ഓർബിറ്റൽ ഉണ്ട്. ഇവര് അവരുടെ ആ ഒരു ഓവർലാപ്പിംഗ് ഏത് ഡയറക്ഷനിൽ വന്നാലാണോ ഓവർലാപ്പിംഗ് മാക്സിമം നടക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ ഇവർ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യാനായിട്ടാണ് അവർ നോക്കുക. ദാറ്റ് മീൻസ് കോവാലന്റ് ബോണ്ടിങ്ങിന് ഒരു ഡയറക്ഷണൽ ക്യാരക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഡയറക്ഷണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ വന്നാലാണോ കൂടുതൽ ഓവർലാപ്പിംഗ് നടക്കുക അങ്ങനെ അവർ വരികയുള്ളൂ. ഓക്കെ. ഇനി എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ഓവർലാപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ബോണ്ടിന്റെ സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ഏത് ഓർബിറ്റലാണ് ഓവർലാപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓവർലാപ്പിംഗിൽ ഏറ്റവും നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി, ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ആണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഓവർലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോർ ഓവർലാപ്പിംഗ് പ്രസന്റ് ആയിട്ടുള്ളത്. കാരണം പിക്കും ഡിനും എഫിനും ഒക്കെ എന്തുണ്ട്? ഡയറക്ഷൻസ് ഉണ്ട്. എസിന്റെ ഷേപ്പ് എന്താ വരുന്നത്? സ്ഫെറിക്കൽ ഷേപ്പാണ്. പിന്റെ ഷേപ്പ് എന്താണ്? ഡംബൽ ഷേപ്പാണ്. പി നമുക്കറിയാം 3 ഓർബിറ്റൽസ് ആണ് പിയിലുള്ളത്, വിച്ച് ഈസ് പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇവർക്കെല്ലാം ഉണ്ട്. ഒന്ന് എക്സ് ഡയറക്ഷനിലാണ്, മറ്റത് വൈ ഡയറക്ഷനിലാണ്, മറ്റത് ഇസഡ് ഡയറക്ഷനിലാണ്. ഡയറക്ഷൻസ് ഉണ്ട്. ഇനി ഡിന്റെ നിങ്ങൾ എടുത്തു നോക്കൂ, ഡി എക്സ് വൈ ഉണ്ട്, ഡി വൈ സെഡ് ഉണ്ട്, ഡി എക്സ് സെഡ് ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, സെഡ് സ്ക്വയർ ഉണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. എല്ലാത്തിനും എന്തുണ്ട്? ഒരു സോറി ഗൈസ്, എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഡയറക്ഷൻസ് ഉണ്ട്. സോ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഓവർലാപ്പിംഗ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിക്കും ഡിക്കും എഫിനും ഓവർലാപ്പിംഗ് വളരെ കൂടുതലാണ്. പക്ഷെ എസിന് അത്രത്തോളം എന്തില്ല? ഓവർലാപ്പിംഗ് ഇല്ല. കാരണം എസ് എന്താണ്? നോൺ ഡയറക്ഷണൽ ആണ്. ഇതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകം എന്തുണ്ടായിരിക്കില്ല? ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നേച്ചർ ഓഫ് ഓർബിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓവർലാപ്പിംഗ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ എന്താണ്? നേച്ചർ ഓഫ് ഓവർലാപ്പിംഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്? ആക്സിയൽ ഓവർലാപ്പിംഗ് ഉണ്ട്, കൊലാറ്ററൽ ഓവർലാപ്പിംഗ് ഉണ്ട്. കോ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആക്സിസിൽ ഇവരെന്ത് ചെയ്യാണ്? ഓവർലാപ്പ് ചെയ്യാണ്. ഇപ്പോ ഇത് പി എക്സ് ആണെങ്കിൽ അടുത്ത ഒരു പി എക്സും കൂടെയാണ് അവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതാണ് കോ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിലാണ് അവർ ആ ഓവർലാപ്പിംഗ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. കോ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവരുടെ ഓവർലാപ്പിംഗ് എന്താണ്? നല്ല രീതിയിൽ അവിടെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി കൊലാറ്ററൽ ഓവർലാപ്പിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? അവരുടെ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അവരുടെ ഓവർലാപ്പിംഗ് എന്താണ്? കുറവാണ്. എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് ലെസ് ഇൻ കേസ് ഓഫ് കൊലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ. ഇനി കോആക്സിയൽ ഓവർലാപ്പിംഗ് പികൾക്കിടയിൽ നടക്കാം, 2 എസുകൾക്കിടയിൽ നടക്കാം, ഒരു എസിന്റെയും ഒരു പിന്റെയും ഇടയിൽ നടക്കാം. ക്ലിയർ അല്ലേ? അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പിന്റെയും ഇടയിലുള്ളത്, ദെൻ എസിന്റെയും പിന്റെയും ഇടയിലുള്ളത്. അത് കഴിഞ്ഞിട്ടേ 2 എസുകൾക്കിടയിലുള്ള ഓവർലാപ്പിംഗ് വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സ്ട്രെങ്ത് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് കോആക്സിയൽ ഓവർലാപ്പിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പി ഓവർലാപ്പിംഗ് ഇസ് മോർ ദാൻ എസ് പി ഓവർലാപ്പിംഗ് ദാൻ എസ് ഓവർലാപ്പിംഗ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ഓവർലാപ്പിംഗ്, നെഗറ്റീവ് ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ്. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് അത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ ഫേസ് ഓവർലാപ്പ് എന്നുള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യുന്ന 2 ഓർബിറ്റൽസും ഒരേ ഫേസിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, പോസിറ്റീവ് രണ്ടും ഒരേ ഫേസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ?
ബോണ്ട് ഫോം ചെയ്യുള്ളൂ. എങ്ങനെ? അത് കൊളാട്രൽ ആയിക്കോട്ടെ കോ ആക്സിയൽ ആയിക്കോട്ടെ, എങ്ങനെ അവർ ചെയ്യുന്നത്? ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കൊളാട്രൽ ഓവർലാപ്പിംഗ് എക്സാമ്പിൾ ആണ്. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? കോ ആക്സിയൽ ഓവർലാപ്പിംഗ് എക്സാമ്പിൾ ആണ്. അത് രണ്ടായാലും അതിൽ ഒരേ ഫേസിലുള്ള ആളുകൾ വേണം എന്ത് ചെയ്യാൻ? ഓവർലാപ്പ് ചെയ്യാനായിട്ട്. അപ്പോഴേ അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ? ബോണ്ട് ഫോം ചെയ്യുകയുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, നെഗറ്റീവ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അവർ രണ്ടുപേരും കൂടെ അവിടെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ എന്ത് ഫോം ചെയ്യില്ല? ബോണ്ട് ഫോം ചെയ്യുന്നില്ല. നോ ബോണ്ട് ഇസ് ഫോംഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെഗറ്റീവ് ഓവർലാപ്പിംഗിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ബോണ്ട് ഫോം ചെയ്യില്ല. ഇനി സീറോ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ PY ഡയറക്ഷനിൽ നിൽക്കുകയാണ്, എന്നിട്ട് S അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഓവർലാപ്പിംഗ് പോസിബിൾ ആണോ? അല്ല. എസുമായിട്ട് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ വരാനായിട്ട് കഴിയുള്ളൂ. ഇനി ഒരു PYയും ഒരു PZ ഉണ്ട്, ഇവർ രണ്ടുപേരും ഓവർലാപ്പിംഗ് നടക്കുമോ? ഇല്ല. കാരണം ഇവരെന്താണ്? വേറെ വേറെ ഡയറക്ഷനിലാണുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡയറക്ഷൻ സെയിം ആയാൽ മാത്രമേ അവിടെ എന്താ നടക്കുള്ളൂ? ഓവർലാപ്പിംഗ് നടക്കുള്ളൂ. സോ ഈ സീറോ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? when the two orientation of the two interacting atomic orbital is such that there is no overlapping of the orbital possible. അവിടെ ഓവർലാപ്പിംഗേ നടക്കുന്നില്ല, പിന്നെ എങ്ങനെ ബോണ്ട് ഫോം ചെയ്യും? ക്ലിയർ അല്ലേ? അപ്പൊ ആലോചിക്കുക, പോസിറ്റീവ് ഓവർലാപ്പിംഗ് മാത്രമേ ബോണ്ടുകൾ എന്ത് ചെയ്യുള്ളൂ? ഫോം ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പോസിബിൾ ആണ്. വൺ ഈസ് സിഗ്മ ബോണ്ട് ആൻഡ് ദി അതർ വൺ ഈസ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ്? കോ ആക്സിയൽ ഓവർലാപ്പിംഗ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് സിഗ്മ ബോണ്ട്. ലൈക്ക് ഇങ്ങനെ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്ത്? കോ ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നതാണ്? കൊളാട്രൽ ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്യുന്നതാണ് പൈ ബോണ്ട്. ലാറ്ററൽ ആവാം, പാരലൽ അല്ലെങ്കിൽ സൈഡ് വേ ഓവർലാപ്പ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു സിഗ്മ ബോണ്ട് ആണോ പൈ ബോണ്ട് ആണോ സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ ഏതാ സ്ട്രോങ്ങർ? സിഗ്മ ആണ് സ്ട്രോങ്ങർ. കാരണം നമുക്കറിയാം കോ ആക്സിയൽ ഓവർലാപ്പിംഗിലാണ് നല്ല രീതിയിൽ ഓവർലാപ്പിംഗ് നടക്കുന്നത്, അവിടെയാണ് കൂടുതൽ സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ ഒരാൾ എന്നോട് ഡബിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണത് എന്താണ്? ഡബിൾ ബോണ്ട് ആണ് സ്ട്രോങ്ങർ. കാരണം എന്താണ്? ഇവിടെ ഒരു സിഗ്മയും ഒരു പൈയും ഉണ്ട്, ഇവിടെ ആകെ ഒരു സിഗ്മ മാത്രമല്ലേ ഉള്ളൂ. സോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കമ്പയർ ടു എന്ത്? നമ്മുടെ ഡബിൾ ബോണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, സിഗ്മ ബോണ്ട് ഫോംഡ് ബൈ ദി എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസിന്റെ അലോങ് ആയിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്? അവരുടെ ഓവർലാപ്പിംഗ് നടക്കുന്നതെന്ന് പറയാം. പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. ആൻഡ് ഇവിടെ രണ്ട് എന്താ പറയുക, അവര് അങ്ങനെ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ ടു സോസർ ടൈപ്പ് ചാർജ്ഡ് ക്ലൗഡ്സ് അബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ആയിട്ടാണ് അവർ നിൽക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം അറിയാം. പെർപെൻഡിക്കുലർ ടു ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആണ് ഇവരുടെ ഓവർലാപ്പിംഗ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ, SS ഓവർലാപ്പിംഗും SP ഓവർലാപ്പിംഗും PP ഓവർലാപ്പിംഗും ആണ് പറയുന്നത്. നമുക്കറിയാം PP ഓവർലാപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം. H2 മോളിക്യൂൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജന്റെ കേസിൽ ആര് മാത്രമേ ഉള്ളൂ? S ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. സോ ഇവർ H2 ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് എസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ HFന്റെ കേസ് എടുക്കുകയാണ് അല്ലെങ്കിൽ HClന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എസ്സിൽ ആരേ ഉള്ളൂ? S ഓർബിറ്റലേ ഉള്ളൂ. Fന്റെ ഔട്ടർ മോസ്റ്റിൽ ആരാ ഉള്ളത്? P ഓർബിറ്റലാണുള്ളത്. 2s2 2p. എന്താണ് എഫിൻ്റെത് വരുന്നത്? എത്രയാണ്? ലൈക്ക് ജസ്റ്റ് എ മിനിറ്റ്, യെസ് 8 ആണ് വരുന്നത്. സോ 2,6 ആണ് ഉണ്ടായിരിക്കുക. സോ 2s2 2p4 ആണ് ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. 2p4 അല്ല 2p5 ആണ്. യെസ്, ഓക്കെ, യെസ്, ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫ്ലൂറിന്റെ P ആയിരിക്കും ഇവിടെ ഇലക്ട്രോൺ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. 8 അല്ല 9 ആണ്, ഓക്സിജൻ ആണ് 8. ഓക്കെ, അപ്പോൾ HF വരുന്ന സമയത്ത് Hന്റെ എസും Fന്റെ Pയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി PPക്ക് എക്സാമ്പിൾ ആണ് ഒരു F2 അല്ലെങ്കിൽ Cl2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് 2p ഓർബിറ്റൽസ് തമ്മിലാണ് എന്ത് നടക്കുക? ഇവിടെ എന്താ പറയുക, ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ടായിരിക്കാം. ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഇനി എന്താണ് വാലൻസ് ബോണ്ട് തിയറിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മോളിക്യൂൾസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് വാലൻസ് ബോണ്ട് തിയറിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞത് എന്താണ്? അവിടെ ഒരു ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്, ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരു കോമ്പൗണ്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞു തരാനായിട്ട് ആർക്ക് പറ്റിയിട്ടില്ല? നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിക്ക് പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വൺ എന്താണ്? ബോണ്ടിങ് ഇൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സിലെ ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പറയാനായിട്ടും വാലൻസ് ബോണ്ട് തിയറിക്ക് പറ്റിയിട്ടില്ല. ഈ ലിമിറ്റേഷൻസ് ഓഫ് എല്ലാ തിയറിന്റെയും ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ,
ദെൻ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണെന്ത് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ്, ഒരു ആറ്റം അടുത്ത ആറ്റം, ഇവരുടെ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യാണ്, ഇന്റർമിക്സ് ചെയ്തിട്ട് വേറെ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവരാണ് ഓവർലാപ്പ് ചെയ്തിട്ട് പുതിയ ഒരു മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക, ഇന്റർമിക്സിംഗ് ഓഫ് ദ ഓർബിറ്റൽ ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ് സോ ആസ് ടു റീഡിസ്ട്രിബ്യൂട്ട് ദെയർ എനർജി റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് ഇക്വലന്റ് എനർജി ആൻഡ് ഷേപ്പ് ഉള്ള വേറെ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് അവിടെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ രണ്ട് ഓർബിറ്റൽസും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഒരു എസും ഒരു പിയും ആണ് ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് ഓവർലാപ്പ് ചെയ്യല്ല, ഇന്റർമിക്സ് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരേ ഷേപ്പിലും ഒരേ എനർജിയിലുള്ള വേറെ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? അതാണ് എസ് ആൻഡ് പി അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്തൊക്കെയാണ് ഈ ഹൈബ്രിഡൈസേഷന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് ഈക്വൽ എനർജി ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പയറബിൾ എനർജി ആയിരിക്കണം. ഇനി ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് രണ്ടാളാണ് ഇന്റർമിക്സ് ചെയ്തത് എന്നുണ്ടെങ്കിൽ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മൂന്ന് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഇന്റർമിക്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൂന്ന് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എത്ര നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഇന്റർമിക്സിംഗ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് orbitals എന്ന് നമുക്ക് പറയാം. Okay അല്ലേ? Yes, so the number of hybrid orbital is equal to the number of atomic orbitals that is getting hybridized. Okay, yes. So the hybridized orbitals are always equivalent in energy and shape. എന്താണ്, അതായത് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാവുന്ന ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അവരുടെ എനർജിയും ഷേപ്പും എന്തായിരിക്കും, ഈക്വാലന്റ് ആയിരിക്കും. Okay, next one. The hybrid orbitals are more effective in forming stable bonds than pure atomic bonds. അതായത് പ്യൂർ അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നതിനെക്കാട്ടും സ്റ്റേബിൾ ആണ് നമ്മുടെ ഈ ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്, അവരുടെ ഓവർലാപ്പിംഗും അവർ ഫോം ചെയ്യുന്ന ബോണ്ടും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് സ്പേസിലേക്ക് ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലാണ് അവർ എന്ത് ചെയ്യുന്നത്, സ്പേസിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ജിയോമെട്രി ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എസും പിയും ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ ഒരു എസും ഒരു പിയും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് എസ് പി ഉണ്ടാവാം. ഒരു എസും രണ്ട് പിയും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് എസ് പി 2 ഉണ്ടാവാം. നമുക്കറിയാം എസ് ഒന്നേ ഉള്ളൂ, പി എത്ര ഉണ്ട്, 3 ഉണ്ട്. സോ ഒരു എസും ഒരു പിയും എസ് പി, ഒരു എസും രണ്ട് പിയും എസ് പി 2, ഒരു എസും 3 പിയും എസ് പി 3. ക്ലിയർ അല്ലേ? എസും പിയും ഡിയും ഹൈബ്രിഡൈസ് ചെയ്യുമ്പോഴോ എസ് പി 3D, അതായത് എന്തായാലും 3 ഉണ്ടാവും ഇവിടെ. ഓക്കെ, സോ എസ് പി 3D, എസ് പി 3D2, എസ് പി 3D3, ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാവാം, ഓവർലാപ്പിംഗ് ഉണ്ടാവാം. ഓക്കെ അല്ലേ? യെസ്. ഇനി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഹൈബ്രിഡൈസേഷൻ, എങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ NH4+ ഹൈബ്രിഡൈസേഷൻ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, Z is equal to half into എന്താണ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്, വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോണോ വാലന്റ് ആറ്റംസ് അറ്റാച്ച് ടു ഇറ്റ്. എത്ര മോണോ വാലന്റ് ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 4. പ്ലസ് എനി നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇല്ല. മൈനസ് എനി പോസിറ്റീവ് ചാർജ്, അങ്ങനെയാണെങ്കിൽ -1 ഞാൻ എഴുതണം. സോ എനിക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം, SP3 ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് നമുക്ക് എഴുതണം. ഇനി CH4ന്റെ കേസ് നിങ്ങൾ നോക്കി നോക്കൂ, ഹാഫ് ഇൻറ്റു എത്രയാണ് വരുന്നത്, 4 പ്ലസ് എന്താണ്, മോണോവാലിന്റെ ആറ്റത്തിന്റെ എണ്ണം 4. ഇവിടെ ചാർജുകൾ വല്ലതും ഉണ്ടോ, ഇല്ല. പ്ലസ് 0 നമ്മൾ ഇട്ടാൽ മതി. സോ എഗെയിൻ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും, SP3 ആയിരിക്കും. ഇനി നിങ്ങൾ വാട്ടറിൻ്റെ എടുത്ത് നോക്കൂ. വാട്ടറിൻ്റെ ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്, നമ്മുടെ സെന്ററിലുള്ളത്. സോ ഹാഫ് ഇൻറ്റു 6 പ്ലസ് 2, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ, എഗെയിൻ SP3 ഹൈബ്രിഡൈസേഷൻ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവരുടെ സ്ട്രക്ചർ എന്താണെന്ന് മാത്രം, ബെൻഡ് ആണെന്ന് മാത്രം. ടെട്രഹൈഡ്രൽ തന്നെയല്ലേ ഇവരുടെ വരുന്നത്. ഓക്കെ, ആ രണ്ടും എന്താണ്, ലോൺ പെയർസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സ്ട്രക്ചർ ബെൻഡ് ആയി പോയത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഓരോ ഹൈബ്രിഡൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ SP ആണ് ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രി എന്താണ്, ലീനിയർ ആണ്. SP2 ആണെങ്കിൽ ട്രയഗണൽ പ്ലേനാർ ആണ്. SP3 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ആണ്. DSP2 ആണെങ്കിൽ സ്ക്വയർ പ്ലേനാർ ആണ്. SP3D ആണെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡൽ. SP3D2 ആണെങ്കിൽ ഒക്ടാഹൈഡ്രൽ. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓരോന്നിനും എന്താ പറയുക, ഏതാണ് സ്ട്രക്ചർ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ? യെസ്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. നമുക്കറിയാം നമ്മൾ 2 ടൈപ്പ് ബോണ്ട് പഠിച്ചു, അയോണിക് ബോണ്ട് പഠിച്ചു, കോവാലന്റ് ബോണ്ട് പഠിച്ചു. അയോണിക് ബോണ്ടിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇവരെന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ക്ലോറിന് കൊടുക്കുകയാണ്. ക്ലോറിൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, വാങ്ങുകയാണ്. കറക്റ്റ് അല്ലേ? അതൊരു ടൈപ്പ് ബോണ്ട്. ഇനി ക്ലോറിൻ ഉണ്ടാവുന്ന Cl2 മോളിക്യൂൾ ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു ഇവർ ഓരോരുത്തരും ഓരോ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? ഈ ഒരു കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തുണ്ട്, എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരാൾ ഇലക്ട്രോൺ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോൺസിനെയും കൂടെ ഇയാളായിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. സാധാരണ ഷെയർ ചെയ്യുമ്പോൾ 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇയാള് ഈ 2 ഇലക്ട്രോണിനെയും കൂടെ ക്ലോറിനായിട്ട് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. സോ ഈ 2 ഇലക്ട്രോണിനെയും കൊടുത്തത് ആരാണ്, നൈട്രജൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ബോണ്ടിനെ ഇങ്ങനെയാണ് നമ്മൾ വരക്കുക. ആരാണോ കൊടുത്തത് അയാൾ ആർക്കാണോ കൊടുത്തത്, ഇവിടെ കൊടുത്ത ആള് ഇവിടെ കിട്ടിയ ആള് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഞാനിപ്പോ NH3നെ BF3നെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്ത്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആള്. ഇവിടെ ഇലക്ട്രോൺ റിച്ച് ആണ്, കാരണം ഇവിടെ ലോൺ പേയേഴ്സ് ഉണ്ട്. ഈ ലോൺ പേയേഴ്സ് 2 ആള് ഇയാൾ എന്ത് ചെയ്തു, അമോണിയ BF3ക്ക് കൊടുത്തു. ഇപ്പൊ അമോണിയാണ് ഇവിടുത്തെ ഡോണർ, BF3 ആണ് ഇവിടുത്തെ ആക്സെപ്റ്റർ. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ ഡേറ്റീവ് ബോണ്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ വിച്ച് ദ ഇലക്ട്രോൺ പെയർ ഈസ് ഡൊണേറ്റഡ് ബൈ 1 ആറ്റം ബട്ട് ഷെയർഡ് ബൈ ബോത്ത്. ഒരു ആറ്റം മാത്രമേ ഇലക്ട്രോണിന് ഷെയർ ചെയ്യുന്നുള്ളൂ, പക്ഷേ അല്ലെങ്കിൽ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അത് ഷെയർ ചെയ്യുന്നത് 2 ആളായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. നൗ നമ്മുടെ ലാസ്റ്റ് തിയറിയിൽ നമ്മൾ എത്തി, വിച്ച് ഈസ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, വിച്ച് ഈസ് ഗിവൺ ബൈ ഹൺസ് ആൻഡ് മുള്ളിക്കൻ. ഓക്കെ, എന്താണ് നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി? മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈബ്രിഡൈസേഷന്റെ കേസിൽ 2 അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഇന്റർമിക്സിംഗ് നടന്നിട്ട് അവിടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. എന്നാൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത് എന്താണ്, 2 atomic orbitals come nearer and then overlap each other to form 2 molecular orbital. അതായത് ഇവരുടെ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ ആണോ? അറ്റോമിക് ഓർബിറ്റൽസ് എന്ത് ചെയ്യാണ്, ഓവർലാപ്പ് ചെയ്തിട്ട് ഇപ്പൊ 2 അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് അവരവിടെ ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ AO പ്ലസ് AO 2 അറ്റോമിക് ഓർബിറ്റൽസ് അവിടെ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് 2 എന്തുണ്ടാവുന്നുണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, ഇതിൽ ഒന്നിൽ മാത്രമേ എന്ത് കഴിയുള്ളൂ, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും മറ്റത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. Like atomic orbitals, filling of electron in molecular orbital is also governed by Hofbauer principle, Hund's rule and Pauli's exclusion principle. Okay, അതായത് ഇപ്പൊ 2 ആൾ എന്ത് ചെയ്തു, അവിടെ 2 അറ്റോമിക് ഓർബിറ്റൽസ് എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. അപ്പോൾ 2 എന്താ പറയുക, മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടായി. അതിൽ ഒന്ന് എന്താണ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്, മറ്റത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. ഇങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടായി കഴിഞ്ഞാലും ഇവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്, എനർജിക്ക് അനുസരിച്ചാണ്. ആദ്യം അവിടെ സിംഗിളി ഒക്യുപ്പേഷൻ നടന്നിട്ടേ പെയറിങ് നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഹോഫ്ബർ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഈ 3 റൂൾസും നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ കേസിലും ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി എനർജി ആർക്കാ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ എനർജി കുറവാണ് ദാൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇത് രണ്ടും സെയിം സ്ലൈഡ് തന്നെയാണ് കേട്ടോ. ഐ എം സോറി. യെസ്, സോ കണ്ടീഷൻസ് ഫോർ അറ്റോമിക് ഓർബിറ്റൽസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാക്കാനായിട്ടുള്ളത്? കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് ഷുഡ് ഹാവ് കമ്പയറബിൾ എനർജി. നമ്മൾ ഹൈബ്രിഡൈസേഷന്റെ കേസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് എനർജി എന്തായിരിക്കണം, ഒരു ഈക്വൽ രീതിയിലുള്ള എനർജി ആയിരിക്കണം. ദാറ്റ് മീൻസ് 2 1sന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. പക്ഷെ ഒരു 1sനും 2sനും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. 1sനും 2sന്റെയും എനർജിയിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അവർക്കിടയിൽ എന്ത് ചെയ്യില്ല, ഇന്റർമിക്സിങ് നടക്കില്ല, അല്ലെങ്കിൽ അവരുടെ കമ്പൈനിങ് എന്ത് ചെയ്യില്ല, നടക്കില്ല. Okay, combining atomic orbitals must overlap to a large extent. Greater the overlap, stable is the molecule formed. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, ദ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് മസ്റ്റ് ഹാവ് ദ സെയിം സിമെട്രി അബൌട്ട് ദ മോളിക്കുലാർ ആക്സിസ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു എക്സും അല്ലെങ്കിൽ ഒരു വൈയും ഒരു സെറ്റും തമ്മിൽ എന്ത് ചെയ്യില്ല, ഓവർലാപ്പിംഗ് നടക്കില്ല. അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ അല്ലെ? രണ്ടും ഒരേ ആക്സിസിലുള്ള ആളുകളാണെങ്കിൽ മാത്രമേ അവിടെ ഓവർലാപ്പിംഗ് നടക്കുകയുള്ളൂ.
ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നതാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, സോ ഒരു ഹോമോ ന്യൂക്ലിയർ ഡൈ അറ്റോമിക് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഹൈഡ്രജൻ എ ഉണ്ട്, ഹൈഡ്രജൻ ബി ഉണ്ട്. രണ്ടിലും എത്ര ഇലക്ട്രോൺ ആണ്? ഓരോ ഇലക്ട്രോൺസ് ആണ്. രണ്ടും എന്താണ്? 1s-ലാണുള്ളത്. ഈ രണ്ട് 1s-ഉം കൂടെ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ്. അവർ രണ്ടുപേരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് 1s ഓർബിറ്റൽസ് നമുക്ക് ഫോം ചെയ്യും. ക്ലിയർ അല്ലേ? അതിലൊന്ന് എന്തായിരിക്കും? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും, മറ്റത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ സൈ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. സൈ എന്നുള്ള ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ് എന്നുള്ള കാര്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേപോലത്തെ സൈ തന്നെയാണുള്ളത്. സോ സൈ MO, അതായത് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് സൈ എ പ്ലസ് ഓർ മൈനസ് സൈ ബി എന്നാണ് നമ്മൾ പറയുക. സൈ എ പ്ലസ് ഐ ബി ആണെങ്കിൽ അത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, സൈ എ മൈനസ് ഐ ബി ആണെങ്കിൽ അത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. മോളിക്കുലാർ ഓർബിറ്റലിന് നമ്മൾ സിഗ്മ എന്നും ആന്റി ബോണ്ടിങ്ങിനെ നമ്മൾ സിഗ്മ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. സോ ഇവിടെ നിങ്ങൾക്കറിയാം സൈ എ എന്ന് പറയുന്നത് ഇങ്ങനെയും സൈ ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു ബോണ്ടിങ്ങും ഒരു ആന്റി ബോണ്ടിങ്ങും ഉണ്ടായി. ഇതിൽ ആർക്കാ എനർജി കുറവ്? ബോണ്ടിങ്. ആദ്യം എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്നിട്ട് ഇവിടെ നിറഞ്ഞിട്ടേ പിന്നെ എങ്ങോട്ട് പോവുള്ളൂ? ഇങ്ങോട്ട് പോയുള്ളൂ. കാരണം എന്താണ്? ഇവർക്ക് എനർജി കുറച്ചും കൂടെ കൂടുതലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ആളുണ്ടായിരിക്കും, ഇവിടെ അടുത്ത ആളുണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് ഇവിടെ 2 ഇലക്ട്രോൺസ് കൂടെ വരും. ഇവരുടെ എന്താണ്? എനർജി കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് അവരെന്ത് ചെയ്യില്ല? പോവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ 2 1s orbitals combine to form 2 molecular orbitals. ഏതൊക്കെയാണ്? സിഗ്മ 1s-ഉം സിഗ്മ സ്റ്റാർ 1s-ഉം. ക്ലിയർ അല്ലേ? ഇനി ഒരു 2s-ഉം 2p-യും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സിഗ്മ 2s, സിഗ്മ 2pz, പൈ 2px, പൈ 2py. അതായത് നമ്മളിവിടെ എടുക്കുമ്പോൾ z ആക്സിസ് ആണ് നമ്മൾ ഇങ്ങനെ, ഈ ഒരു ആക്സിസിനെ നമ്മൾ z ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സും വൈയും ഫോം ചെയ്യുന്നത് എപ്പോഴും പൈ ബോൺസ് ആയിരിക്കും. z മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? സിഗ്മ ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സിഗ്മ 2pz-ഉം പൈ 2px ഈക്വൽ ടു പൈ 2py. രണ്ടിന്റെയും എനർജി ഏകദേശം സെയിം ആണ്. നെക്സ്റ്റ് നമുക്ക് ആന്റിബോണ്ടിങ് ഏതൊക്കെയായിരിക്കും? സിഗ്മ സ്റ്റാർ 2s, സിഗ്മ സ്റ്റാർ 2pz, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് <14ഉം <14 ആകുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് യെസ്, ജസ്റ്റ് എ മിനിറ്റ്, ഞാനൊരു സ്ലൈഡ് ഇവിടെ ആഡ് ചെയ്യട്ടെ. യെസ്, ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എന്താണ്? ഒരു എന്താ പറയുക, യെസ്, ഞാനൊരു N2 എടുക്കാമെന്ന് വിചാരിക്കാം. N2 എടുക്കുമ്പോൾ അവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 14 ഇലക്ട്രോൺസ്. കാരണം ഒരു നൈട്രജനിൽ 7, അടുത്ത നൈട്രജനിൽ 7. സോ ടോട്ടൽ 14 ഇലക്ട്രോൺസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. N2ന്റെ എന്താ പറയുക, ഒരു നൈട്രജനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എന്താ പറയുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s2, 2p3. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഒരു നൈട്രജന് ഞാനിവിടെ വരക്കുകയാണ്, അടുത്ത നൈട്രജന് ഞാനിവിടെ വരക്കുകയാണ്. സോ ഒരു ഫസ്റ്റ് 1s2 ഇവിടെ ഉണ്ട്. സോ നെക്സ്റ്റ് നൈട്രജനും എന്തുണ്ട്? 1s2 ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വരക്കുകയാണ്. എന്ത്? 2s2 ഇവിടെ ഉണ്ട്, അടുത്ത നൈട്രജന്റെ 2s2 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് 2p3 ആണ്. സോ 1 1 1 ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് 1 1 1 ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ്. ഇവർ രണ്ടുപേരും കൂടെ ഇന്റർമിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു അറ്റോമിക് ഓർബിറ്റലും ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും മറ്റത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആണ്. സോ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ആദ്യം 2 ഇലക്ട്രോൺസ് ഫിൽ ചെയ്യും. ദെൻ അവിടെ 4 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. സോ അടുത്തത് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. അതേപോലെ 2s2ന്റെ കേസിലും സിഗ്മ 2s2 ഫോം ചെയ്യുന്നുണ്ട്, സിഗ്മ സ്റ്റാർ 2s2 ഫോം ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉള്ളത് കാരണം ഇങ്ങനെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? പൈ 2px ഈക്വൽ ടു പൈ 2py ഉണ്ട്, സിഗ്മ. ഇത് രണ്ടും ബോണ്ടിങ് ആണ്. ഇനി ആന്റി ബോണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ആരൊക്കെയുണ്ട്? യെസ്, പൈ 2py x is equal to പൈ സ്റ്റാർ 2px ഉണ്ട്. ദെൻ സിഗ്മ സ്റ്റാർ 2pz ഈക്വൽ ടു സിഗ്മ സ്റ്റാർ 2p. യെസ്, അങ്ങനെയുണ്ട് നമുക്ക്. ഓക്കെ അല്ലേ? സോ ഇവിടെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്. ആദ്യം എന്ത് ചെയ്യും? ഒരാൾ ഇവിടെ വരും, അടുത്ത ആൾ ഇവിടെ വരും. രണ്ടിന് ഈക്വൽ എനർജി ആയത് കാരണം അങ്ങനെ സിംഗിൾ ഒക്യുപ്പേഷൻ ആണ് നടക്കാം. ദെൻ നമുക്ക് എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, അടുത്ത ഇലക്ട്രോൺ ഇവിടെ വരും. ഇപ്പൊ എന്തായി? ടോട്ടൽ 4 ഇലക്ട്രോൺസ് ആയി. ഇനി അടുത്തത് എങ്ങോട്ട് പോകും? സിഗ്മ 2pz പോകും. ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഇതാണ് എന്ത് നമ്മുടെ സിഗ്മ 1s2. ഇതെന്താണ് സിഗ്മ സ്റ്റാർ 1s2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതെന്താണ് സിഗ്മ 2s2. ഇതെന്താണ് സിഗ്മ സ്റ്റാർ 2s2. ഓക്കെ, ഇതെന്താണ് പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2. ഇതെന്താണ് സിഗ്മ 2p z2. ഓക്കെ അല്ലേ? ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ഇവിടുത്തെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഇവിടെ ആണെങ്കിലോ പൈ സ്റ്റാർ 2p x is equal to പൈ സ്റ്റാർ 2p y. ഇതെന്താണ് സിഗ്മ സ്റ്റാർ 2pz എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. സോ നമ്മളോട് ആരെങ്കിലും N2ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്യുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം, സിഗ്മ 1s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s2 ലെസ് ദാൻ സിഗ്മ 2s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s2 ലെസ് ദാൻ എങ്ങനെ എഴുതണം, പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2 ലെസ് ദാൻ സിഗ്മ 2p z2. സോ നിങ്ങളൊന്ന് ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ആഡ് ചെയ്ത് നോക്കൂ. 2 4 6 8 10 12 14. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലെസ് ദാൻ 14 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, സിഗ്മ 1s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s2 ലെസ് ദാൻ സിഗ്മ 2s2 ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s2 ലെസ് ദാൻ പൈ 2p x2 ഈക്വൽ ടു, നമ്മൾ 2 എന്ന് കൊടുക്കണം എന്നില്ല കേട്ടോ, ഇലക്ട്രോൺസിന്റെ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ പൈ 2p x ഈക്വൽ ടു പൈ 2p y ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ പൈ സ്റ്റാർ 2p x is equal to പൈ സ്റ്റാർ 2p y ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിലോ സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s ലെസ് ദാൻ സിഗ്മ 2pz ലെസ് ദാൻ പൈ 2p x is equal to പൈ 2p y ലെസ് ദാൻ പൈ സ്റ്റാർ 2p x is equal to പൈ സ്റ്റാർ 2p y ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ സ്റ്റാർ 2s2 കഴിഞ്ഞിട്ട് ഇവിടെ ആരാ വരുന്നത്, പൈ 2p x ഈക്വൽ ടു പൈ 2p y. ഇവിടെ ആണെങ്കിലോ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, സിഗ്മ 2pz ആണ്. ഇതാണ് ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കി ഒന്നും ഡിഫറൻസ് ഇല്ല, എല്ലാം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ എന്നോട് ആരെങ്കിലും ഓക്സിജന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതണം, ഓക്സിജന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 16 ആണ്. സോ ഞാൻ ഇതാണ് എടുക്കേണ്ടത്. സോ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 സോറി, അത് കഴിഞ്ഞിട്ട് എന്താണ് പൈ 2p x ആൻഡ് പൈ 2p y. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി, 2 4 6 8 10 ആയി. ഇനി പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2. ഇപ്പൊ എത്രയായി, 2 4 6 8 10 12 and 14 ആയി. ഇനി എനിക്കൊന്നും കൂടെ മതി. ഓക്കെ, ഒന്നും കൂടെ വരുന്നത് എന്താണ്, പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y. 2 ഇലക്ട്രോൺസും കൂടെ ബാക്കിയുള്ളത്, അതിൽ ഒന്ന് ഇങ്ങോട്ട് പോകും, അടുത്തൊന്ന് ഇങ്ങോട്ട് വരും. കാരണം ഇവർ രണ്ടുപേരും ഈക്വൽ എനർജി ആയതുകൊണ്ട് ആദ്യം ഇവിടെ ദെൻ ഇവിടെ, എന്നിട്ടേ എന്ത് നടക്കുള്ളൂ, പെയറിംഗ് നടക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, ഇഫ് ബോണ്ട് ഓർഡർ ഇസ്, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ബോണ്ട് ഓർഡർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. bond order is equal to half into number of electrons in bonding molecular orbital plus number of electrons in anti-bonding molecular orbital. Plus alla minus aane, minus number of electrons in anti-bonding molecular orbital. അതിപ്പോൾ നമ്മളിപ്പം ഓക്സിജന്റെ കേസ് അല്ലെങ്കിൽ നൈട്രജന്റെ കേസ് നമ്മൾ നോക്കാമെന്ന് വിചാരിക്കാം. നൈട്രജന് നമുക്ക് എന്താ കിട്ടിയത്, ഇങ്ങനെയാണ് കിട്ടിയത്. സോ ഇതിന്റെ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു 2 4 6 8 10 10 മൈനസ് 2 4 10 മൈനസ് 4 എത്രയാണ്, 6 6/2 എത്രയാണ്, 3. രണ്ട് നൈട്രജന്റെ ഇടയിലുള്ള ബോണ്ട് എത്രയാണ്, 3. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സ്റ്റാർ ഇട്ടതാണ് എന്ത്, ആന്റി ബോണ്ടിങ് എന്നുള്ളത് ആലോചിക്കുക. സ്റ്റാർ ഇല്ലാത്തതെല്ലാം എന്താണ്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. Okay, so bond order is equal to half into number of electrons in bonding molecular orbital minus number of electrons in anti-bonding. So നമുക്ക് എപ്പോഴെങ്കിലും bond order 0 ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ that means that species does not exist. For example, നിങ്ങൾ He2 helium 2നെ നിങ്ങൾ നോക്കാം. Okay, so helium 2നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഇപ്പൊ helium 2ന്റെ കേസിൽ നോക്കുമ്പോൾ, അപ്പോൾ ഹീലിയത്തിന്റെ കേസിൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്,
ഹീലിയത്തിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 ആണ് അല്ലെ. ഒരു ഹീലിയത്തിൽ 2 ഇലക്ട്രോൺസ്. സോ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എന്ന് വരും. സോ ഹാഫ് ഇൻറ്റു 2 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ദാറ്റ് മീൻസ് ഹീലിയം 2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ബോണ്ട് ഓർഡർ 1, 2, 3 എന്നൊക്കെ ആണെങ്കിൽ അതെന്താണ്? സിംഗിൾ ബോണ്ട് ആണെന്നാണ് 1 എന്ന് പറഞ്ഞ അർത്ഥം. 2 എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണെന്നല്ല. നമ്മൾക്കറിയാം N3ന്റെ കേസിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് അവർക്കിടയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ബോണ്ട് ഓർഡർ എന്ത് കിട്ടിയത്? 3 എന്ന് കിട്ടിയത്. ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? ബോണ്ടിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പെയർഡ് അല്ലാത്ത അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ ദേ ആർ പാരാമാഗ്നറ്റിക്. എല്ലാം പെയർഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കാം. നിങ്ങൾ ഓക്സിജന്റെ കേസ് നോക്കൂ, ഇവിടെ എന്താണ്? അൺപെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ O2 മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി N2ന്റെ കേസ് നോക്കി നോക്കൂ, എല്ലാം എന്താണ്? പെയർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവരെന്താണെന്ന് വിളിക്കാം? ഡയാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ എന്ത്? മോളിക്കുലാർ ഓർബിറ്റൽസ് എല്ലാം പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, ഏതെങ്കിലും അൺപെയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? പാരാമാഗ്നറ്റിക് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് 2 ബോണ്ടും കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. വൺ ഇസ് ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ദി അതർ വൺ ഇസ് മെറ്റാലിക് ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് എന്ത്? നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം കോവാലന്റ്ലി ബോണ്ടഡ് ടു ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആൻഡ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ബിലോങ്ങിങ് ടു അനദർ മോളിക്യൂൾ ഓർ സെയിം, അല്ലെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ HF എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത HF ആയിട്ട് ഇവരെന്ത് ചെയ്യാം? ബോണ്ട് ഫോം ചെയ്യാം. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് എ വീക്ക് ബോണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ദ സ്ട്രെങ്ത് ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ഇസ് അബൌട്ട് 5 to 10 കിലോ കാലറി പെർ മോൾ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് ഉള്ളൂ, വിച്ച് ഇസ് വെരി വീക്ക്. ദ മോർ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദ ആറ്റം ഇൻവോൾവ് ഇൻ ഹൈഡ്രജൻ ബോണ്ടിങ്, മോർ ഇസ് ദ ബോണ്ട് സ്ട്രെങ്ത്. ഇപ്പൊ HF ആയിട്ടും HO ആയിട്ടും HN ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുണ്ട്, ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് പ്രസന്റ് ആയിട്ടുണ്ട്. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണ്. സോ അത് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് പറയാം, ഞാൻ നേരത്തെ വരച്ച ഏതാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്? നമ്മുടെ HF അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. കാരണം ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഞാൻ പാരാനൈട്രോഫീനോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ OH ഉണ്ട്, ഇവിടെ നമുക്ക് എന്തുണ്ട്? NO2 ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവരെന്ത് ചെയ്യാണ്? അടുത്ത OH ആയിട്ട് ഇവരെന്ത് ചെയ്യാണ്? ബോണ്ട് ഫോം ചെയ്യാണ്. അടുത്ത പാരാനൈട്രോയിലുള്ള അടുത്ത OH ആയിട്ട് ഇവരെന്ത് ചെയ്യാണ്? ബോണ്ട് ഫോം ചെയ്യാണ്. ഇതിന് എന്തിന് എക്സാമ്പിളാ? ഇന്റർ മോളിക്യുലാറിന് എക്സാമ്പിൾ ആണ്, ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണുള്ളത്. ഇനി വിത്തിൻ ദ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ് ചില കേസിൽ. അതേതാണ് കേസ്? ഓർത്തോ നൈട്രോഫീനോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്തുണ്ട്? നമ്മുടെ OH ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജനും നൈട്രജനും അല്ലെങ്കിൽ ഈ ഒരു നൈട്രജനും ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യാം? ബോണ്ട് ഫോം ചെയ്യാം. ക്ലിയർ അല്ലേ? അതെന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്കുള്ളതാണ് മെറ്റാലിക് ബോണ്ട്. മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ദ മെറ്റൽ അയോൺസ് ടു ദ മൊബൈൽ ഇലക്ട്രോൺ ഇസ് കോൾഡ് മെറ്റാലിക് ബോണ്ട്. അതായത് ഒരു മെറ്റൽ അയോൺസിനെ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ബൈൻഡ് ദ മെറ്റൽ അയോൺ ടു ദി മൊബൈൽ ഇലക്ട്രോൺ ഇസ് കോൾഡ് വാട്ട്? മെറ്റാലിക് ബോണ്ട്. പോസിറ്റീവ് മെറ്റൽ അയോൺസ് ആർ കോൾഡ് പോസിറ്റീവ് കോർസ് ഓർ കേർണൽസ് ആൻഡ് ദ മൊബൈൽ ഇലക്ട്രോൺ ഇൻ ദ ഇലക്ട്രോൺ പൂൾ ഇസ് കോൾഡ് ഇലക്ട്രോൺ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ പൂൾ എന്നാണ് നമ്മൾ ആ മൊബൈൽ ഇലക്ട്രോണിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ മെറ്റലിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എടുക്കുന്ന സമയത്ത് മെറ്റൽസ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട്, അതിനെ നമ്മൾ കോർ എന്ന് വിളിക്കും. അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിനെ നമുക്ക് ഇലക്ട്രോൺ പൂൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പറഞ്ഞു. അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, വാണ്ടർ വാൾസ് ഒക്കെ പറഞ്ഞു അല്ലേ? സോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് അയോണിക് ബോണ്ട്, ദെൻ കോവാലന്റ്, ദെൻ മെറ്റാലിക്, ദെൻ ഹൈഡ്രജൻ ബോണ്ട്. അത് കഴിഞ്ഞിട്ടേ ആര് വരുള്ളൂ? നമ്മുടെ വാണ്ടർ വാൾസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്താ പറയുക കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ലൈവും വരുന്നുണ്ട്. സോ നിങ്ങൾ ആ ലൈവും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ലൈവ് വരുന്നുണ്ട് കേട്ടോ.
ഓക്കെ യെസ്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. വേഗം കയറി ജോയിൻ ചെയ്യാൻ. നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നോക്കി പഠിക്കാം. എക്സാമിന് കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എക്സാം എഴുതാനുള്ളതാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് വൺസ് അഗൈൻ, നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക അവരോടൊക്കെ, മറക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഫ്രം മൈ എൻഡ്. ദിസ് ഇസ് മീ ഷിബില signing off from Vedantu Malayalam. See you again another day with another topic. Till then, ta-ta and bye-bye.